ഹായ്, നമ്മൾ ഇന്ന് ക്യൂറ്റ് യു ജിയിൽ വരുന്ന ഒരു നെക്സ്റ്റ് ടോപ്പിക് ഡിസ്കസ് ചെയ്യാൻ പോവാണ്. ഇപ്പം നമുക്കറിയാം ഒരുപാട് മൈക്രോബ്സ് ഉണ്ട് ഈ വേൾഡില്. അപ്പൊ എങ്ങനെയാണ് ഈ മൈക്രോബ്സ് ഒക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുക? ഹ്യൂമൻ വെൽഫെയറിന് എങ്ങനെ, അതായത് മൈക്രോബ്സ് യൂസ്ഫുൾ മാത്രമല്ല ഹാംഫുള്ളും ആണ്. അപ്പൊ എങ്ങനെ നമുക്ക് ഇതിനെ യൂസ് ചെയ്യാം? അപ്പൊ അതാണ് നമ്മൾ ഈ ഒരു ഭാഗത്ത് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. മൈക്രോബ്സ് ഇൻ ഹ്യൂമൻ വെൽഫെയർ. ഓക്കെ, അപ്പം നമുക്കറിയാവുന്ന ഒരു കാര്യമാണ്, ഇപ്പം നമ്മുടെ ഈ വേൾഡിൽ കുറെ മാക്രോസ്കോപ്പിക് ആയിട്ടുള്ള പ്ലാന്റ്സ് ഉണ്ട്, ആനിമൽസ് ഉണ്ട്, നമ്മളൊക്കെ ഉണ്ട്. പക്ഷെ ഈ മാക്രോസ്കോപ്പിക് പ്ലാന്റ്സ് ആനിമൽസ് മാത്രമാണോ ഉള്ളത്? അതല്ല, യൂണിസെല്ലുലാർ ആയിട്ട് അല്ലെങ്കിൽ നേക്കഡ് ആയിക്കൊണ്ട് കാണാൻ പറ്റാത്ത വല്ല ഓർഗാനിസം ഉണ്ടോ? ഉണ്ട്. അതാണ് എന്ത് മൈക്രോബ്സ് എന്ന് പറയുന്നത്. അപ്പൊ ഇവരെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പ്ലാന്റ്സും ആനിമൽസും മൈക്രോബ്സും എല്ലാവരും കൂടിയിട്ടാണ് ഈ ഒരു ബയോഡൈവേഴ്സിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഇപ്പം ഈ മൈക്രോബ്സ് ഏത് കിങ്ഡത്തിലാണ് വരുന്നത്? മൈക്രോബ്സ് ഏത് കിങ്ഡത്തിലാണ് വരിക? ഓക്കെ, അപ്പൊ മൈക്രോബ്സ് വരുന്ന കിങ്ഡം എന്ന് പറയുന്നത് കിങ്ഡം മൊണീറയാണ്. ഇനി ഇവരെ നമുക്ക് നേക്കഡ് ആയിക്കൊണ്ട് കാണാൻ പറ്റുമോ? ഇല്ല, ഒരിക്കലും മൈക്രോബ്സിനെ നമുക്ക് നേക്കഡ് ആയിക്കൊണ്ട് കാണാനായിട്ട് പറ്റില്ല. അതിന് നമ്മൾക്ക് എന്ത് യൂസ് ചെയ്യണം? എന്ത് യൂസ് ചെയ്തിട്ടാണ് നമുക്ക് അവരെ കാണാൻ വേണ്ടി പറ്റുക? ഓക്കെ, അവരെ മൈക്രോസ്കോപ്സ് യൂസ് ചെയ്താൽ വേണ്ടി മാത്രമാണ് നമുക്ക് അവരെ കാണാൻ പറ്റുള്ളൂ. ഓക്കെ, ഇനി എവിടെയൊക്കെയാണ് ഈ മൈക്രോബ്സിനെ നമുക്ക് കാണാൻ പറ്റുക? എവിടെയൊക്കെയാണ് ഇവർ ജീവിക്കുന്നത്? ഓക്കെ, സോയില്, വാട്ടർ, എയർ, അതുപോലെ നമ്മുടെ ശരീരത്തിന് ഉള്ളില്, അതുപോലെ ശരീരത്തിന് പുറത്ത്, അങ്ങനെ ആനിമൽസിലും പ്ലാന്റ്സിലും ഒക്കെ ആയിട്ട് ഒരുപാട് മൈക്രോബ്സിനെ കാണുന്നുണ്ട്, ഇല്ലേ? ഓക്കെ, ഇനി അടുത്തത്, ഇപ്പൊ അവര് ഒരുപാട് സ്ഥലങ്ങളിൽ കാണുന്നുണ്ട് നമ്മൾ പറഞ്ഞു. ഓക്കെ, ഏതൊക്കെ സ്ഥലങ്ങളിലാണ് അവർ കാണുന്നത്? ഏതൊക്കെ പ്ലേസിലൊക്കെയാണ് അവരെ കാണാൻ പറ്റുക? ഓക്കെ, അതായത് ഇപ്പൊ അവരെ കാണാൻ പറ്റുന്ന സ്ഥലങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇപ്പം ഡീപ്പ് ഇൻസൈഡ്സ് ദ ഗേസസ്, അതായത് ഇപ്പൊ ഒരുപാട് ടെമ്പറേച്ചർ കൂടിയിട്ടുള്ള സ്ഥലങ്ങളിൽ, അതുപോലെ തന്നെ 100°C കൂടുതലുള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ടാവും, അവിടെ കാണാൻ പറ്റും. അതുപോലെ തന്നെ ഡീപ്പ് ഇൻ ദ സോയിലിന് ഏറ്റവും ഡീപ്പ് ലെയേഴ്സിലൊക്കെയും, അതുപോലെ തന്നെ സ്നോ ആണെങ്കിലും അതിന്റെ ഡീപ്പ് ലെയേഴ്സിൽ പോയിട്ട് വരെ കാണാൻ പറ്റും. പിന്നെ അതുപോലെ അസിഡിക് എൻവയോൺമെന്റിൽ കാണാൻ വേണ്ടി പറ്റും. അതുപോലെ തന്നെ ഒരുപാട് സ്ഥലങ്ങളിൽ ഇപ്പൊ ടെമ്പറേച്ചർ കൂടിയാലും ടെമ്പറേച്ചർ കുറഞ്ഞാലും, ഇനിയിപ്പം ഡീപ്പ് സോയിൽ, ഇപ്പൊ വേസ്റ്റ് വാട്ടർ, ഡീപ്പ് സോയിലായാലും, ഇനി പ്യുവർ വാട്ടറിൽ ഉണ്ടാവില്ല, വേസ്റ്റ് വാട്ടറിലെ സീവേജിലെ അവിടെയൊക്കെയും എന്തുണ്ടാകും? ഈ ഒരു മൈക്രോബ്സിനെ കാണാൻ വേണ്ടി പറ്റും. ഇനി മൈക്രോബ്സ് എന്ന് പറയുന്നത് ഒരു ഡൈവേഴ്സ് പ്രോട്ടോസോവയാണ്. ഓക്കെ, പ്രോട്ടോസോവാസ് ഉണ്ട്, ബാക്ടീരിയാസ് ഉണ്ട്, ഫംഗൈസ് ഉണ്ട്, പിന്നെ മൈക്രോസ്കോപ്പിക് ആയിട്ടുള്ള ആനിമൽസും പ്ലാന്റ് വൈറസസും, അതുപോലെ തന്നെ വൈറോഡ്സും പ്രയോൺസും ഒക്കെ ഉണ്ട്. ഇത് മൊത്തത്തിലാണ് മൈക്രോബ്സ് എന്ന് പറയുന്നത്. ഇനി ഇവരെന്നൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ പ്രോട്ടീനേഷ്യസ് ഇൻഫെക്ഷ്യസ് ഏജൻസ് ആണ്. ഇവരെല്ലാം പ്രോട്ടീൻ കണ്ടെയ്നിങ് ആയിട്ടുള്ള ഓർഗാനിസംസ് ആണ്. അപ്പൊ ഇത്രയാണ് മൈക്രോബ്സിനെ പറ്റിയിട്ട് ഓവറോൾ പറയാനുള്ളത്. നമുക്കറിയാം മൈക്രോബ്സ് യൂസ്ഫുൾ ആണ്, അതുപോലെ തന്നെ ഹാംഫുൾ ആണ്. ഒരുപാട് ഡിസീസസ് ഒക്കെ ഇവരെന്ത് ചെയ്യുന്നുണ്ട്, കോസ് ചെയ്യുന്നുണ്ട്. ഇനി എങ്ങനെയാണ് ഈ മൈക്രോബ്സിനെ നമുക്ക് നേക്കഡ് ആയിക്കൊണ്ട് കാണാൻ പറ്റുക? അപ്പൊ നമുക്കറിയാം മൈക്രോസ്കോപ്സ് യൂസ് ചെയ്താൽ മാത്രമാണ് മൈക്രോബ്സിനെ നമുക്ക് ക്ലിയർ ആയി കാണാൻ പറ്റുള്ളൂ. എന്നുണ്ടെങ്കിലും നമ്മൾ ഇവരേനൊക്കെ എന്ത് ചെയ്യും, കൾച്ചർ ചെയ്യും. ഒരുപാട് വേറെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഇവരേനെ കൾച്ചർ ചെയ്യും, ഗ്രോ ചെയ്യിപ്പിക്കും. അപ്പൊ അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇവരുടെ കോളനീസിനെ കാണാൻ വേണ്ടി പറ്റും. കോളനി കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരുപാട് മൈക്രോബ്സ് ഒരുമിച്ച് കൂടി നിൽക്കുന്നതിനെയാണ് കോളനി എന്ന് പറയുക. അപ്പം മൈക്രോബ്സിനെ കോളനി ആയിട്ട് കാണാൻ വേണ്ടി പറ്റും. അപ്പൊ ഇതില് എ എന്ന് പറഞ്ഞിട്ടുള്ള പിക്ചർ കൊടുത്തിരിക്കുന്നത് റോഡ് ഷേപ്ഡ് ബാക്ടീരിയ മാഗ്നിഫൈഡ് ചെയ്തിട്ടുള്ളതാണ്. ഇപ്പൊ മൈക്രോസ്കോപ്സ് യൂസ് ചെയ്യുമ്പോൾ നമുക്കറിയാം അതിൽ ഒരുപാട് മാഗ്നിഫിക്കേഷൻ പവേഴ്സ് ഉണ്ട്. അപ്പൊ ഏതിൽ വേണമെന്നുണ്ടെങ്കിലും നമുക്ക് അത് വെച്ച് നോക്കി കാണാവുന്നതാണ്. അപ്പൊ അതില് 1500 എഗ്സിൽ ഇടുമ്പോഴാണ് ഈ റോഡ് ഷേപ്ഡ് ബാക്ടീരിയ നമുക്ക് കാണാൻ വേണ്ടി പറ്റുക. അതുപോലെ തന്നെ ബി എന്ന് പറഞ്ഞിട്ടുള്ള പിക്ചറില്
അവിടെ കൊടുത്തിട്ടുള്ളതാണ്. ബി എന്ന് പറഞ്ഞുള്ള പിക്ചറിൽ കാണുന്നത് എന്തിനെയാണ്? സ്പെറിക്കൽ ഷേപ്ഡ് ആയിട്ടുള്ള ബാക്ടീരിയനാണ്. അത് ഇതുപോലെ 1500 എക്സിലിട്ട് നോക്കുമ്പോഴാണ് ഇങ്ങനെ കാണാൻ വേണ്ടി പറ്റുക. പിന്നെ എ റോഡ് ഷേപ്ഡ് ബാക്ടീരിയം ഷോയിങ് ഫ്ലജല. ഈ നീല കളറില് ഇങ്ങനെ ത്രെഡ്സ് പോലെ കാണുന്നതാണ് എന്ത്? ഫ്ലജലാസ്. ഈ ഫ്ലജലാസ് മെയിൻ ആയിട്ടും ഇവരുടെ മൂവ്മെന്റിന് വേണ്ടിയിട്ടാണ് ഹെൽപ്പ് ചെയ്യുന്നത്. അപ്പൊ അതൊക്കെ നമുക്ക് ഇതുപോലെ മൈക്രോസ്കോപ്പിലെ എഗ്സിൽ അതായത് മാഗ്നിഫിക്കേഷൻ പവറിൽ ഇടുമ്പോഴാണ് നമുക്ക് ഇതിനൊക്കെ കാണാൻ പറ്റുന്നത്. ഇനിയിപ്പം അടുത്തതാണ് എ എന്ന് പറഞ്ഞിട്ട് ഒന്ന് കൊടുത്തിട്ടുണ്ട്, അതാണ് ബാക്ടീരിയോഫേജ്. ഇനി അതുപോലെ ബി എന്ന് പറഞ്ഞു കൊടുത്തിട്ടുള്ളതാണ് അഡിനോ വൈറസ്. ഓക്കെ, എ എന്ന് പറയുന്നതാണ് ബാക്ടീരിയോഫേജ്, ബി എന്ന് പറയുന്നതാണ് അഡിനോ വൈറസ്. ഓക്കെ, ഈ അഡിനോ വൈറസിന്റെ പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് റെസ്പിറേറ്ററി ഇൻഫെക്ഷൻസ് കോസ് ചെയ്യും. ഇനി ഇതാണ് റോഡ് ഷേപ്ഡ് ടൊബാക്കോ മൊസൈക് വൈറസ് എന്ന് പറയുന്നത്. ഇതൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? മൈക്രോസ്കോപ്പിൽ മാഗ്നിഫൈ ചെയ്താൽ വേണ്ടി മാത്രമാണ് ഇവരെനിക്ക് കാണാൻ പറ്റുള്ളൂ. ഇനി ഇതൊക്കെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതൊക്കെ തന്നെക്ക് നമുക്ക് കാണാൻ പറ്റും മൈക്രോസ്കോപ്പ് യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ. ഇനി മൈക്രോസ്കോപ്പ് യൂസ് ചെയ്യാതെ തന്നെ കാണാൻ പറ്റുന്ന ഒന്നാണ് കോളനീസ്, മൈക്രോബ്സിന്റെ കോളനീസ്. ഈ ഒരു എ എന്ന് പറഞ്ഞിട്ടുള്ള പിക്ചറിൽ ഒരുപാട് ബാക്ടീരിയാസ് ഉണ്ട്, ഒന്നല്ല ഒരുപാട് ബാക്ടീരിയാസ് ഉണ്ട്. അപ്പൊ അതിനെയാണ് കോളനീസ് എന്ന് പറയുന്നത്. അപ്പം ഈ ഒരു പോട്ട് അല്ലെങ്കിൽ ഈ ഒരു വെസലിനെയാണ് പെട്രി ഡിഷ് എന്ന് പറയാം. ഇനി ഇതിൽ കാണുന്നതാണ് ഫംഗൽ കോളനി. ഇത് ബാക്ടീരിയയുടെ കോളനീസ് ആണ്, ഇത് ഫംഗൽ കോളനിയാണ്. ഓക്കെ, അപ്പം ഇത് എന്ന് പറയുന്നത് എന്താണ്? ഈ വെസല് പെട്രി ഡിഷ് ആണ്. ഇത്രയൊക്കെയാണ് മൈക്രോബ്സിനെ പറ്റി പറയാനുള്ളത്. ഇങ്ങനെയൊക്കെയാണ് മൈക്രോബ്സ് ഉണ്ടായിരിക്കുക മൈക്രോസ്കോപ്പിലൂടെ നോക്കുമ്പോൾ. ഇനി അടുത്തതായിട്ട് പറയാനുള്ളത്, നമുക്കറിയാവുന്നതാണ് മൈക്രോബ്സ് യൂസ്ഫുൾ ആണ്, അതുപോലെ തന്നെ ഹാംഫുൾ ആണ്. ഇനി എങ്ങനെയൊക്കെ നമുക്ക് ഈ മൈക്രോബ്സിനെ യൂസ്ഫുൾ ആയിട്ട് ട്രീറ്റ് ചെയ്യാം അല്ലെങ്കിൽ യൂസ്ഫുൾ ആയിട്ട് യൂസ് ചെയ്യാം, അതൊക്കെയാണ് നമ്മൾ ഇനി നെക്സ്റ്റ് നോക്കാൻ വേണ്ടി പോകുന്നത്. ഓക്കെ, മൈക്രോബ്സ് ഇൻ ഹൗസ് ഹോൾഡ് പ്രോഡക്ട്സ്. ഓക്കെ, അപ്പം എങ്ങനെയൊക്കെ ഇതിനെ ഹൗസ് ഹോൾഡ് പ്രോഡക്റ്റ് ആയിട്ട് യൂസ് ചെയ്യാം എന്നുള്ളതാണ് അടുത്തത് നോക്കുന്നത്. എ കോമൺ എക്സാമ്പിൾ ഈസ് ദ പ്രൊഡക്ഷൻ ഓഫ് കേർഡ് ഫ്രം മിൽക്ക്. ഇനി മിൽക്കിൽ നിന്ന് നമുക്ക് കേർഡ് ഉണ്ടാക്കാൻ വേണ്ടി പറ്റും. അപ്പൊ അതിനു വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു മൈക്രോ ഓർഗാനിസം ആണ് ലാക്ടോബാസില്ലസ്. ഓക്കെ, ഇവരെ മെയിൻ ആയിട്ട് വിളിക്കുന്നത് ലാക്ടിക് ആസിഡ് ബാക്ടീരിയ എന്നാണ്, ലാബ് എന്നാണ് വിളിക്കുക. അപ്പൊ ഇവര് മെയിൻ ആയിട്ടും ഗ്രോ ചെയ്യുന്നത് മിൽക്കിലാണ്. അതുപോലെ ഈ മിൽക്കിനെ ഇവരെന്താക്കി മാറ്റും? കേർഡ് ആക്കി മാറ്റും. ഇനി ഇവരുടെ ഗ്രോത്ത് നടക്കുന്ന സമയത്ത് ഈ ലാബ് എന്ത് പ്രൊഡ്യൂസ് ചെയ്യും? ഒരു ആസിഡ് പ്രൊഡ്യൂസ് ചെയ്യും. അതെന്ത് ചെയ്യും? കൊയാഗുലേറ്റ് ചെയ്യും. അതുപോലെ തന്നെ മിൽക്ക് പ്രോട്ടീൻസിനെ ഡൈജസ്റ്റ് ചെയ്യും. ഇനി ഈ ഒരു സ്മോൾ എമൗണ്ട് ഓഫ് കേർഡ് എന്ന് പറയുന്നത് ഈ മിൽക്കിലോട്ട് ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ ഒരു സ്മോൾ എമൗണ്ട് കേർഡിൽ എന്തുണ്ട്? ഈ ബാക്ടീരിയാസ് ഉണ്ട്, ലാബ് ഉണ്ട്. അപ്പം അതിന് നമ്മൾ മെയിൻ ആയിട്ട് പറയുന്നത് ഇനോക്കുലം എന്നാണ് ഈ ഒരു പ്രോസസ്സിന്. ഇനോക്കുലം എന്ന് പറയും. അപ്പം ഇവര് എന്ത് ചെയ്യും? ഈ ഒരു കേർഡിൽ ഒരുപാട് മില്യൺസ് ഓഫ് ലാബ് ഉണ്ട്, അതായത് ലാക്ടിക് ആസിഡ് ബാക്ടീരിയാസ് ഉണ്ട്. അവര് സ്യൂട്ടബിൾ ടെമ്പറേച്ചർ കൊടുക്കുമ്പോൾ മൾട്ടിപ്ലൈ ചെയ്യും, എണ്ണം വർദ്ധിക്കും, അവർ ഗ്രോ ചെയ്യും. അപ്പം അങ്ങനെ ഇവർ ഈ മിൽക്കിനെ കേർഡ് ആക്കി മാറ്റുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം ആദ്യം മിൽക്ക് ഉണ്ട്, മിൽക്കിലോട്ട് ഇവരെ ഇൻട്രൊഡ്യൂസ് ചെയ്ത് കൊടുക്കുക ലാബിനെ. അപ്പൊ അവിടെ എന്തുണ്ടാവും? ഇവര് കേർഡ് ആക്കി കൺവേർട്ട് ചെയ്തുകൊണ്ടിരിക്കും. പിന്നെയും അതിലോട്ട് കുറച്ച് കേർഡ് കൊടുക്കാണ്, മിൽക്കിലോട്ട് തന്നെ കുറച്ച് കേർഡ് കൊടുക്കുമ്പോൾ അതിലും മില്യൺസ് ഓഫ് ലാബ് ഉണ്ടാവും. അപ്പൊ അവിടെ സ്യൂട്ടബിൾ ടെമ്പറേച്ചർ കൊടുക്കുമ്പോൾ ഈ മിൽക്കിൽ നിന്ന് കേർഡ് ആകുന്ന ആ ഒരു കൺവേർഷൻ പെട്ടെന്ന് നടത്താൻ വേണ്ടി പറ്റും. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് ലാബ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം ഈ ലാബ് യൂസ് ചെയ്യുന്നത് വഴി നമുക്ക് അതിന്റെ വൈറ്റമിൻ B12 ആ ഒരു വൈറ്റമിൻ അത്രയും കൂട്ടാൻ വേണ്ടി പറ്റും, ന്യൂട്രീഷണൽ ക്വാളിറ്റി കൂടുന്നാണ് പറയുന്നത്. In our stomach too, the lab play very beneficial role in checking disease causing microbes. അപ്പം ഈ ലാബ് എന്ന് പറയുന്നത് നമ്മുടെ സ്റ്റൊമക്കിനും നല്ലതാണെന്നാണ് പറയുന്നത്. അതായത് അവരെന്ത് ചെയ്യും? ഡിസീസ് കോസിങ് മൈക്രോബ്സിനെ ചെക്ക് ചെയ്യും. അതുപോലെ തന്നെ അതിനെ കില്ല് ചെയ്യാനുള്ള കപ്പാസിറ്റിയും ചില ലാബ്സിന് ഉണ്ട്. ഓക്കെ, ലാബ് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? ലാക്ടിക് ആസിഡ് ബാക്ടീരിയാസ്. ദെൻ ദ ഡഫ് നമുക്കറിയാം. അപ്പം ഇഡ്ലി മാവ്, ദോശമാവ് അതൊക്കെയാണ് എന്ത്? ഡഫ്. ഈ ദോശമാവ്, ഇഡ്ലിമാവ് ഒക്കെ എങ്ങനെയാണ് വീർക്കുന്നത്? എന്താണ് അതിന്റെ പിന്നിലുള്ള ട്രിക്ക് എന്ന് പറയുന്നത്? ഓക്കെ, ഇപ്പൊ നമുക്ക് പറയാം. അതായത് ബാക്ടീരിയ
അത് ഫെർമെന്റേഷൻ നടക്കുന്നത് വഴിയാണ് ഈ ദോശ, ഇഡ്ഡലി അതിന്റെയൊക്കെയും ഡഫ് എന്ത് ചെയ്യുന്നത്, പഫ് അപ്പ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ അതിന്റെ പഫ് അപ്പിയറൻസ് വരാൻ കാരണം എന്താണ്? അവിടെ CO2 ഗ്യാസിന്റെ പ്രൊഡക്ഷൻ നടക്കാണ്, അതുകൊണ്ടാണ് അത് പഫ് അപ്പ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം അവിടെ എന്തുകൊണ്ടാണ് ഇതുപോലെ CO2 ഫോം ചെയ്യുന്നത്? ഈ ബാക്ടീരിയാസിന്റെ സെല്ലുലാർ റെസ്പിറേഷൻ നടക്കുന്നത് വഴിയാണ് അവിടെ CO2 ഫോം ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ അതാണ് എന്ത് ചെയ്യുന്നത്, ഈ ഡഫിനെ പഫ് അപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നത്. പഫ് അപ്പ് ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വീർക്കാം. ഇനി സിമിലർലി ദ ഡഫ് വിച്ച് ഈസ് യൂസ്ഡ് ഫോർ മേക്കിംഗ് ബ്രെഡ് ഈസ് ഫെർമെന്റഡ് യൂസിങ് ബേക്കേഴ്സ് ഈസ്റ്റ്, സക്കാരോമൈസസ് സെറിവിസി എന്ന് പറഞ്ഞിട്ടുള്ള ഈസ്റ്റ്, അത് വെച്ചിട്ടാണ്, അതിനെ നമുക്ക് ബേക്കേഴ്സ് ഈസ്റ്റ് എന്ന് പറയാം. അപ്പൊ ഇതാണ് മെയിൻ ആയിട്ടും ബ്രെഡ് ഉണ്ടാക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്നത്, അതിനെ ഫെർമെന്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നത്. എ നമ്പർ ഓഫ് ട്രഡീഷണൽ ഡ്രിങ്ക്സ് ആൻഡ് ഫുഡ്സ് ആർ ഓൾസോ മെയ്ഡ് ബൈ ഫെർമെന്റേഷൻ ബൈ ദ മൈക്രോബ്സ്. അതായത് മൈക്രോബ്സിന്റെ ഫെർമെന്റേഷൻ വഴി ഉണ്ടാകുന്ന ഒരുപാട് ട്രഡീഷണൽ ഡ്രിങ്ക്സ് ആൻഡ് ഫുഡ്സ് ഉണ്ട്. ഇപ്പൊ ടോഡി, അതായത് കള്ളെന്ന് പറയുന്നത് ഇതിനൊരു എക്സാമ്പിൾ ആണ്, ട്രഡീഷണൽ ഡ്രിങ്ക് ആണ്. അപ്പം സദേൺ ഇന്ത്യയിൽ യൂസ് ചെയ്ത് വരുന്ന ഒരു ട്രഡീഷണൽ ഡ്രിങ്ക് ആണ് എന്ത്, ഈ ടോഡി എന്ന് പറയുന്നത്. അപ്പൊ ഇതും എങ്ങനെയാണ്, ഇപ്പൊ പാംസിന്റെ സാപ്പ് എന്ന് എടുക്കുന്നതാണ് ഈ ടോഡി എന്ന് പറയുന്നത്. അതിന്റെ ഫെർമെന്റേഷനിലും ഇതുപോലെ മൈക്രോബ്സിനെയാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, മൈക്രോബ്സ് ആർ ഓൾസോ യൂസ്ഡ് ടു ഫെർമെന്റ് ഫിഷ്, അതുപോലെ തന്നെ സോയാബീൻ, അതുപോലെ ബാംബു, പിന്നെ അതുപോലെ ഷൂട്ട്സ്, അതിനൊക്കെയും ഫുഡ് ആക്കാൻ വേണ്ടിയിട്ട് എന്ത് യൂസ് ചെയ്യുന്നുണ്ട്, മൈക്രോബ്സിനെ യൂസ് ചെയ്യുന്നുണ്ട്. പിന്നീട് ചീസ് എന്ന് പറയുന്നത് നമുക്കറിയാം, ഒരു ഓൾഡസ്റ്റ് ഫുഡ് ഐറ്റം ആണ് ചീസ് എന്ന് പറയുന്നത്. ഇപ്പോഴും നമ്മൾ ഒരുപാട് വൈഡ്ലി ആയിട്ട് യൂസ് ചെയ്യുന്ന ഒന്നാണ് ചീസ്. ഈ ചീസിന്റെ പ്രൊഡക്ഷൻ ഇതുപോലെ മൈക്രോബ്സ് യൂസ് ചെയ്യുന്നുണ്ട്. ഇനി ഇപ്പൊ നമുക്കറിയാം ഡിഫറെന്റ് വെറൈറ്റീസ് ഓഫ് ചീസ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ സ്വിസ് ചീസ്, പിന്നെ റോക്ക്ഫോർട്ട് ചീസ്, അങ്ങനെ പല ടൈപ്പ് ചീസ് ഉണ്ട്. ഇതിനൊക്കെയും കാണാനും ക്യാരക്ടറിസ്റ്റിക്സിലും അതിന്റെ ടെക്സ്ചറിലും ഫ്ലേവറിലും ടേസ്റ്റിലൊക്കെയും വ്യത്യാസമുണ്ട്. എന്തുകൊണ്ടാണ് ഇങ്ങനെയുള്ള വ്യത്യാസങ്ങൾ വരുന്നത്? അപ്പൊ ഇതിനും എന്താണ് യൂസ് ചെയ്യുന്നത്, മൈക്രോബ്സ് ആണ് യൂസ് ചെയ്യുന്നത്. ഓരോ ചീസിനും അതിന്റെ പ്രത്യേക ടൈപ്പ് ടെക്സ്ചറും ഫ്ലേവറും ടേസ്റ്റും ഒക്കെ കൊടുക്കുന്നത് ഓരോരോ മൈക്രോബ്സ് ആണ്. ഫോർ എക്സാമ്പിൾ ദ ലാർജ് ഹോൾസ് ഇൻ സ്വിസ് ചീസ് ഒക്കെ നമ്മൾ നോക്കിയിട്ടുണ്ടെങ്കിൽ കാണാം, അതിലൊക്കെ ഒരുപാട് ഹോൾസ് ആണ്. ഇപ്പൊ ടോം ആൻഡ് ജെറി ഒക്കെയും എല്ലാവരും കണ്ടിട്ടുള്ള ഒരു കാർട്ടൂൺ ആണ്. അപ്പൊ ഈ ടോം ആൻഡ് ജെറിയിലൊക്കെ ഈ ചീസ് ഇരിക്കുമ്പോൾ അതിന് എപ്പോഴും കുറെ ഹോൾസ് ഉണ്ടായിരിക്കും, അത് ശ്രദ്ധിച്ചിട്ടുണ്ടാവും. അപ്പം ഈ ഹോൾസ് എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് ഈ ഹോൾസ് ഉണ്ടാകുന്നത്, എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ഈ ഹോൾസ് ഉണ്ടാവാൻ കാരണം ലാർജ് എമൗണ്ട് ഓഫ് CO2 പ്രൊഡ്യൂസ്ഡ് ബൈ ദ ബാക്ടീരിയം നെയിം പ്രോപ്പിയോണി ബാക്ടീരിയം ഷമാനി. അപ്പൊ ഈ പ്രോപ്പിയോണി ബാക്ടീരിയം ഷമാനി എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ബാക്ടീരിയമാണ് CO2 പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഈ ചീസിൽ, സ്വിസ് ചീസിൽ. അങ്ങനെയാണ് അവിടെ ഈ CO2ന്റെ പ്രൊഡക്ഷൻ കാരണമാണ് ആ സ്വിസ് ചീസിലൊക്കെയും ഹോൾസ് വന്നിട്ടുള്ളത്. ഓക്കെ, പിന്നെ അതുപോലെയുള്ള വേറൊരു ചീസാണ് റോക്ക്ഫോർട്ട് ചീസ്. അപ്പൊ ഈ റോക്ക്ഫോർട്ട് ചീസിന് അതിനത്രയും അത് റൈപ്പൻഡ് ആകുന്നത്, അല്ലെങ്കിൽ അതിന് ആ ഒരു ടേസ്റ്റ് വരുന്നത് ഒരു സ്പെസിഫിക് ഫംഗിയുടെ ഗ്രോത്ത് കാരണമാണ്. ഓക്കെ, അതുപോലെ തന്നെ അതിന് പെർട്ടിക്കുലർ ഫ്ലേവർ കൊടുക്കുന്നതും ആ ഒരു പെർട്ടിക്കുലർ ഫംഗിയാണ്. ഓക്കെ, അപ്പം ഇങ്ങനെയൊക്കെയാണ് മൈക്രോബ്സിനെ എന്തിൽ യൂസ് ചെയ്യുന്നത്, ഫുഡായിട്ട് യൂസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഫുഡ് ഐറ്റംസിൽ, അല്ലെങ്കിൽ ആ ഫുഡ് ഐറ്റംസ് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഫെർമെന്റേഷൻ അതൊക്കെയും എന്തിനെ യൂസ് ചെയ്തിട്ടാണ് നടത്തുന്നത്, മൈക്രോബ്സിനെ യൂസ് ചെയ്തിട്ടാണ് നടത്തുന്നത്. ഇതൊക്കെ ഓർത്ത് വെക്കാം. ഇനി അടുത്തത് മൈക്രോബ്സ് ഇൻ ഇൻഡസ്ട്രിയൽ പ്രോഡക്ട്സ്. ഇൻഡസ്ട്രിയൽ പ്രൊഡക്ട്സിലും ഇതുപോലെ തന്നെ മൈക്രോബ്സ് യൂസ് ചെയ്യുന്നുണ്ട്. ഇപ്പൊ നമുക്കറിയാം, ഇപ്പം ബീവറേജസ്, അതുപോലെ തന്നെ ഇപ്പം ടോഡിയുടെ കേസ് ഒക്കെ പറഞ്ഞു, ബ്രെഡിന്റെ കേസ് പറഞ്ഞു, ഇതൊക്കെ ഇൻഡസ്ട്രിയൽ പ്രൊഡക്ട്സ് ആയിട്ട് നമുക്ക് മാറ്റാവുന്നതാണ്. ഇപ്പൊ ഇൻഡസ്ട്രിയിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന പ്രൊഡക്ട്സ് ആണ്. അപ്പം ഇതൊക്കെയും ഇൻഡസ്ട്രിയിൽ പ്രൊഡ്യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എപ്പോഴും ഇൻഡസ്ട്രിയുടെ ഒരു പ്രത്യേകത ലാർജ് സ്കെയിൽ പ്രൊഡക്ഷൻ ആണ് അവിടെ നടക്കുന്നത്. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഈ മൈക്രോബ്സിനെ തന്നെയാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, even in industry, microbes are used to synthesize a number of products valuable to human beings. Beverages and antibiotics are some examples. Production on an industrial scale requires growing microbes in very large vessels called fermenters. അപ്പം ഇതുപോലെ ഇൻഡസ്ട്രീസിലെ ബീവറേജസും ആന്റിബയോട്ടിക്സ് ഒക്കെ ഉണ്ടാക്കുന്നുണ്ട്. അതെല്ലാം എന്തിനെ യൂസ് ചെയ്തിട്ടാണ് ഉണ്ടാക്കുന്നത്, മൈക്രോബ്സിനെ യൂസ് ചെയ്തിട്ടാണ് ഉണ്ടാക്കുന്നത്. ഇനി ഇത് ലാർജ് സ്കെയിൽ ഇൻഡസ്ട്രിയലിൽ ലാർജ് സ്കെയിൽ പ്രൊഡക്ഷൻ നടക്കണമെന്നുണ്ടെങ്കിൽ അവിടെ ഒരുപാട് മൈക്രോബ്സിനെ ഗ്രോ ചെയ്യണം. അപ്പൊ ഇതിന് പ്രത്യേക തരം വെസൽ വേണം.
അപ്പൊ ആ വെസലിന് വെരി ലാർജ് വെസൽ ദാറ്റ് ഈസ് യൂസ്ഡ് ടു പ്രൊഡ്യൂസ് ദീസ് ടൈപ്പ് പ്രോഡക്ട്സ് ആർ കോൾഡ് ഫെർമെന്റേഴ്സ്. ഇനി ആ ഫെർമെന്റേഴ്സ് എങ്ങനെയാണ് കാണാന്നുള്ളത് നോക്കാം. അപ്പൊ ഇതാണ് എന്ത് ഫെർമെന്റേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഇതാണ് ആ ലാർജ് വെസൽസ്, ഇപ്പൊ ഇൻഡസ്ട്രിയൽ പ്രോഡക്ട്സ് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന വെസൽസ്. ഇനി ഇതാണ് ഒരു ഫെർമെന്റേഷൻ പ്ലാന്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ വെസൽസ് തന്നയ്ക്ക് ഇങ്ങനെ നിന്നാൽ മാത്രം പോരാ, അത് എന്ത് ചെയ്യണം, വർക്ക് ചെയ്യണം. അപ്പൊ അത് ഒരു പ്ലാന്റ് ആയിട്ടാണ് മെയിൻ ആയിട്ട് ഇൻഡസ്ട്രീസിലേക്കും അത് എന്ത് ചെയ്തിട്ടുണ്ടാവുക, കൺസ്ട്രക്ട് ചെയ്തിട്ടുണ്ടാവുക. അപ്പം ഒരാൾ നിന്നിട്ട് അതിൽ നോക്കുന്നത് നമ്മൾക്ക് ആ പിക്ചർ നോക്കിയിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും. അപ്പം ആക്ച്വലി ഇൻഡസ്ട്രീസിന്റെ ഒക്കെ പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇൻഡസ്ട്രീസ് മെയിൻ ആയിട്ടും അവര് എയിം ചെയ്യുന്നത് ഇപ്പൊ മാൻ പവർ കുറയ്ക്കുക എന്നുള്ളതാണ്. മെഷീൻസ് യൂസ് ചെയ്ത് മാൻ പവർ കുറയ്ക്കാം. അപ്പൊ ഈ ഫെർമെന്റേഷൻ അല്ലെങ്കിൽ ഈ ഒരു ഫെർമെന്റേഴ്സ് ഒക്കെ എസ്റ്റാബ്ലിഷ് ചെയ്ത സമയത്ത് ഒരുപാട് വർക്ക് ലോഡ് ഒക്കെ കുറഞ്ഞു. അങ്ങനെ ഒരുപാട് പേരുടെ ജോലി ആര് ചെയ്യും, തന്നെയൊക്കെ ഈ ഒരു ഫെർമെന്റേഴ്സ് ചെയ്യും. ഓക്കെ, അതുപോലെ തന്നെ പ്രൊഡക്ഷനും കൂടി. ഓക്കെ, ഇനി എങ്ങനെയാണ് ഫെർമെന്റഡ് ബീവറേജസ് ഉണ്ടാക്കുന്നത് നോക്കാം. ഓക്കെ, മൈക്രോബ്സ് especially yeast have been used from time immemorial for the production of beverages like wine, beer, whiskey, brandy or rum. അപ്പൊ ഈ ഇത്തരത്തിലുള്ള ബീവറേജസ് ഒക്കെ പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി മൈക്രോബ്സിനെ യൂസ് ചെയ്ത് തുടങ്ങിയ കാലം എന്ന് പറയുന്നത് ഇപ്പോഴും അൺനോൺ ആണ്. അതായത് പറഞ്ഞു വരുന്നത് പണ്ട് മുതൽക്ക് ആൻഷ്യൻ ടൈംസിലെ മൈക്രോബ്സിനെ എന്ത് ചെയ്യുന്നുണ്ട്, ബീവറേജസ് ഉണ്ടാക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്നുണ്ട് എന്നാണ് പറയുന്നത്. ഇനി for this purpose the same yeast Saccharomyces cerevisiae used for bread making and commonly called brewer's yeast. അപ്പൊ നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ് Saccharomyces cerevisiae എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ബാക്ടീരിയനെയാണ് അല്ലെങ്കിൽ ഈസ്റ്റിനെയാണ് നമ്മൾ എന്തിന് യൂസ് ചെയ്യുന്നത്, ബ്രെഡ് മേക്കിങ്ങിന് യൂസ് ചെയ്യുന്നത്. അപ്പം അതിനെ നമ്മൾ പറയുന്ന വേറൊരു പേരാണ് brewer's yeast എന്ന് പറയുന്നത്. Okay, is used for fermenting malted cereals and fruit juices to produce ethanol. അപ്പൊ ഇത് മോൾട്ടൺ സിറിയൽസിനെയും അതുപോലെ ഫ്രൂട്ട് ജ്യൂസിനെ ഒക്കെ ഫെർമെന്റ് ചെയ്യിപ്പിച്ച് എന്ത് പ്രൊഡ്യൂസ് ചെയ്യും, എത്തനോൾ പ്രൊഡ്യൂസ് ചെയ്യും. ഓക്കെ, ദെൻ നെക്സ്റ്റ് പറയുന്നത് ഡിപ്പെൻഡിങ് ഓൺ ദ ടൈപ്പ് ഓഫ് റോ മെറ്റീരിയൽ യൂസ്ഡ് ഫോർ ഫെർമെന്റേഷൻ ആൻഡ് ദ ടൈപ്പ് ഓഫ് പ്രോസസ്സിംഗ്. ഏത് ടൈപ്പ് റോ മെറ്റീരിയൽ ആണ് യൂസ് ചെയ്യുന്നത്, അതുപോലെ ഏത് ടൈപ്പ് പ്രോസസ് ആണ് അവിടെ നടക്കുന്നത്, അതനുസരിച്ച് ഡിഫറെന്റ് ആയിരിക്കും ആൽക്കഹോൾ ഡ്രിങ്ക്സ് നമുക്ക് കിട്ടുന്നത്. ഓക്കെ, പ്രൊഡ്യൂസ് ചെയ്ത് കിട്ടുന്ന ആൽക്കഹോളിക് ഡ്രിങ്ക്സ് ഏത് റോ മെറ്റീരിയൽ ആണ് യൂസ് ചെയ്യുന്നത്, അതുപോലെ ഏത് പ്രോസസ് ആണ് യൂസ് ചെയ്യുന്നത് അനുസരിച്ച് എന്ത് ചെയ്യും, കിട്ടുന്ന പ്രോഡക്റ്റ് വാരിഡ് ആയിരിക്കും. ഓക്കെ, wine and beer are produced without distillation, whereas whiskey, brandy, rum are produced by distillation of the fermented broth. The fourth, okay. അപ്പം വൈൻ, ബിയർ ഒക്കെ പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഡിസ്റ്റിലേഷൻ വഴിയാണ്. വിസ്കി, ബ്രാൻഡി, റം ഒക്കെ പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഫെർമെന്റഡ് ബ്രോത്തിന്റെ ഡിസ്റ്റിലേഷൻ വഴിയാണ്. ഇത്രയാണ് ബീവറേജസിന്റെ കേസിൽ പറയുന്നത്. അതിൽ ആന്റിബയോട്ടിക്സ് മൈക്രോബ്സ് യൂസ് ചെയ്യുന്നത് അതിനൊക്കെ വേണ്ടിയിട്ടാണ്. നെക്സ്റ്റ് ആന്റിബയോട്ടിക്സിന്റെ കേസ് നോക്കാം. ആന്റിബയോട്ടിക്സിന്റെ പ്രൊഡക്ഷനിലും ഇതുപോലെ മൈക്രോബ്സിന് ഒരു റോൾ ഉണ്ട്. അപ്പൊ അതെന്താണെന്ന് നോക്കാം. Antibiotics produced by microbes are regarded as one of the most significant discoveries of 20th century and have greatly contributed towards welfare of human society. അതായത് ആന്റിബയോട്ടിക്സ് ഒക്കെയും ഈ മൈക്രോബ്സ് ഉണ്ടാക്കാൻ വേണ്ടി തുടങ്ങിയിട്ട് അപ്പൊ അതൊരു സിഗ്നിഫിക്കന്റ് ഡിസ്കവറി ആയിരുന്നു 20th സെഞ്ചുറി ആ ഒരു കാലഘട്ടത്തിൽ. ഇനി അത് ഒരു ഗ്രേറ്റ് കോൺട്രിബ്യൂഷൻ ആയിരുന്നു ഹ്യൂമൻ സൊസൈറ്റിയുടെ വെൽഫെയറിന്. ഇനി ആന്റി എന്ന് മീൻ ചെയ്യുന്നത്, അത് ഗ്രീക്ക് വേർഡ് ആണ് മീൻ ചെയ്യുന്നത് അഗെയിൻസ്റ്റ്. ബയോ മീൻ ചെയ്യുന്നത് ലൈഫ്. ടുഗദർ ഇറ്റ് മീൻസ് അഗെയിൻസ്റ്റ് ദ ലൈഫ്. ഓക്കെ, അപ്പം അഗെയിൻസ്റ്റ് ദ ലൈഫ് എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മുടെ ഹ്യൂമൻസിന്റെ ലൈഫിന്റെ കേസിലല്ല, ദ ഡിസീസ് കോസിങ് ഓർഗാനിസത്തിന്റെ കേസിൽ അതെന്താണ്, അഗെയിൻസ്റ്റ് ലൈഫ് ആണ് എന്ത്, ആന്റിബയോട്ടിക്സ്. അതുകൊണ്ടാണ് ആ ഒരു പേര് കൊടുത്തിട്ടുള്ളത്. അഗെയിൻസ്റ്റ് ലൈഫ് എന്ന് ഉദ്ദേശിക്കുന്നത് അഗെയിൻസ്റ്റ് ഹ്യൂമൻസ് എന്നല്ല, അഗെയിൻസ്റ്റ് ദ ഡിസീസ് കോസിങ് organisms. Okay, then whereas with reference to human beings there are pro-life and not against. അവരെന്നൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ പ്രോ ലൈഫ് ആണ് നമുക്ക് തരുന്നത്, against ലൈഫ് എന്നല്ല. ഓക്കെ, then antibiotics are chemical substances which are produced by some microbes. ഈ ആന്റിബയോട്ടിക്സ് എന്ന് പറയുന്നത് സഡൻ കെമിക്കൽ സബ്സ്റ്റാൻസസ് ആണ്. അത് ആര് പ്രൊഡ്യൂസ് ചെയ്യുന്നതാണ്, മൈക്രോബ്സ് തന്നെ പ്രൊഡ്യൂസ് ചെയ്യുന്നതാണ്. that can
have the ability to kill or retard the growth of other microbes. ഒരു മൈക്രോബ് പ്രൊഡ്യൂസ് ചെയ്യുന്നതാണ് ഈ ആന്റിബയോട്ടിക് അല്ലെങ്കിൽ കെമിക്കൽസ് എന്ന് പറയുന്നത്. ആ കെമിക്കൽസ് എന്തിനു വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്? മറ്റുള്ള മൈക്രോബ്സിനെ കിൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇതാണ് ആന്റിബയോട്ടിക് എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഫെമിലിയർ ആയിട്ടുള്ള ഒരു ആന്റിബയോട്ടിക് ആണ് എന്ത്? പെനിസിലിൻ. നമ്മൾ ചെറുപ്പം മുതലേ ചെറിയ ക്ലാസ്സിലേക്ക് കേൾക്കുന്ന ഒരു ആന്റിബയോട്ടിക് ആണ് പെനിസിലിൻ. ആരാണ് ഈ പെനിസിലിൻ കണ്ടുപിടിച്ചത്? എല്ലാവർക്കും അറിയാവുന്നതായിരിക്കും. അലക്സാണ്ടർ ഫ്ലെമിംഗ് ആണ് ഈ ഒരു പെനിസിലിൻ എന്ന് പറഞ്ഞിട്ടുള്ള ആന്റിബയോട്ടിക് കണ്ടുപിടിച്ചത്. പെനിസിലിൻ which is while working on Staphylococcus bacteria once observed a mole growing in one of his unwashed culture plates around which Staphylococci could not grow. അതായത് അലക്സാണ്ടർ ഫ്ലെമിംഗ് ഇങ്ങനെ എക്സ്പെരിമെന്റ്സ് ചെയ്തുകൊണ്ടിരിക്കുക. എന്തിലാണ് എക്സ്പെരിമെന്റ്സ് ചെയ്യുന്നത്? സ്റ്റെഫൈലോകോക്കി ബാക്ടീരിയസിലാണ് എക്സ്പെരിമെന്റ് ചെയ്യുന്നത്. അപ്പൊ ഈ സ്റ്റെഫൈലോകോക്കി ബാക്ടീരിയാസിനെ ഗ്രോ ചെയ്യിപ്പിച്ചിട്ടുള്ള പെട്രി ഡിഷുകൾ ഉണ്ട്. അപ്പൊ ഞാൻ ഇതിനു മുമ്പ് പിക്ചേഴ്സ് കാണിച്ചിട്ടുണ്ടായിരുന്നു പെട്രി ഡിഷിന്റെ. അപ്പൊ അതുപോലെ പെട്രി ഡിഷിൽ ഈ സ്റ്റെഫൈലോകോക്കി ബാക്ടീരിയാസിന് എന്ത് ചെയ്യാണ്? അവര് കൾച്ചർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് ഇപ്പൊ സ്റ്റെഫൈലോകോക്കി ബാക്ടീരിയ ഉണ്ടായിരുന്ന ഒരു പെട്രി ഡിഷില് അത് കഴുകിയിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ അതിലൊരു മോൾഡിനെ ശ്രദ്ധിച്ചു. മോൾഡ് എന്ന് പറയുന്നത് ഇതുപോലെ മൈക്രോബ്സ് ആണ്. അപ്പൊ മോൾഡിനെ ശ്രദ്ധിച്ചു. ഈ മോൾഡ് ഉള്ള സ്ഥലത്ത് ഈ സ്റ്റെഫൈലോകോക്കി ബാക്ടീരിയാസിനെയും കാണാൻ വേണ്ടി പറ്റില്ല. അപ്പൊ ഈ മോൾഡ് ഉള്ള സ്ഥലത്ത് എന്ത് ചെയ്യുന്നില്ല? ഈ സ്റ്റെഫൈലോകോക്കി ബാക്ടീരിയാസ് കൾച്ചർ അല്ലെങ്കിൽ ഗ്രോ ചെയ്യുന്നില്ല. അപ്പൊ ഇത് നോട്ടീസ് ചെയ്തു. He found out that it was due to the chemical product produced by the mold, and he named it penicillin after the mold Penicillium notatum. Okay, അപ്പം ആൾ കണ്ടുപിടിച്ച എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ മോൾഡ് ഉള്ള കാരണം ഈ സ്റ്റെഫൈലോകോക്കി ബാക്ടീരിയാസിനെ ഗ്രോ ചെയ്യാൻ വേണ്ടി പറ്റുന്നില്ല. അപ്പൊ ആള് കണ്ടുപിടിച്ചത് ഈ മോൾഡ് സർട്ടൻ കെമിക്കൽസ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അപ്പൊ അതിനെയാണ് പെനിസിലിൻ എന്ന് പേരിട്ടത്. മോൾഡിന്റെ പേര് പെനിസിലിയം നൊട്ടാറ്റം എന്നാണ്. അപ്പൊ അങ്ങനെയാണ് ഈ പെനിസിലിൻ എന്ന് പറഞ്ഞിട്ടുള്ള പേര് വന്നത്. However, its full potential as an effective antibiotic was established by much later by Ernst Stein and Howard Florey. അപ്പൊ ഹോവാർഡ് ഫ്ലോറിയും ഏൺസ്റ്റൈനും കൂടിയിട്ടാണ് ഇതിനൊരു ആന്റിബയോട്ടിക് ആകാനുള്ള പൊട്ടൻഷ്യൽ ഉണ്ട്, അല്ലെങ്കിൽ ആന്റിബയോട്ടിക്കിന്റെ അത്രയും എഫക്റ്റീവ് ആണെന്നുള്ളത് കണ്ടുപിടിച്ചു ഹോവാർഡ് ഫ്ലോറിയും ഏൺസ്റ്റൈനും കൂടിയിട്ടാണ്. Okay, this antibiotic was extensively used to treat American soldiers wounded in World War II. നമുക്കറിയാം വേൾഡ് വാർ സെക്കൻഡ് നടന്ന സമയത്ത് അമേരിക്കൻ സോൾജേഴ്സിനെ ട്രീറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു ഈ ഒരു ആന്റിബയോട്ടിക്. ഓക്കെ, സോ ദസ് ഫ്ലെമിംഗ്, ചെയിൻ, ഫ്ലോറി were awarded Nobel Prize in 1945 for this discovery. ഇതൊക്കെയാണ് ഓർത്ത് വെക്കേണ്ടത്. ഇങ്ങനെയുള്ള ചോദ്യങ്ങളൊക്കെ ആയിരിക്കും കൂടുതൽ ചോദിക്കാം. ആർക്കൊക്കെയാണ് അല്ലെങ്കിൽ ആരൊക്കെയാണ് ആന്റിബയോട്ടിക് ആയിട്ടുള്ള പെനിസിലിൻ കണ്ടുപിടിച്ചെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്തൊക്കെ പേര് എഴുതണം? ഫ്ലെമിംഗ്, ചെയിൻ, ഫ്ലോറി എഴുതണം. മെയിൻ ആയിട്ട് നമ്മൾ അലക്സാണ്ടർ ഫ്ലെമിങ്ങിനെയാണ് പറയാറ്. ഓക്കെ, അപ്പം ആർക്കൊക്കെയാണ് നോബൽ പ്രൈസ് കിട്ടിയത്? അപ്പോഴെന്ത് ചെയ്യണം? ഫ്ലെമിംഗ്, ചെയിൻ, ഫ്ലോറി എന്നുള്ളത് നമ്മൾ സെലക്ട് ചെയ്യണം. ഓക്കെ, അപ്പൊ ഇങ്ങനെയുള്ള ട്വിസ്റ്റിംഗ് ക്വസ്റ്റ്യൻസ് ഒക്കെ ആയിരിക്കും മിക്കതും ചോദിക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഫുൾ പ്രോസസ്സ് മനസ്സിലാക്കിയിട്ട് അങ്ങനെയും ട്വിസ്റ്റ് ചെയ്ത് ചോദിക്കാറുണ്ട്. ആഫ്റ്റർ പെനിസിലിൻ other antibiotics were also purified from other microbes. ഇപ്പൊ പെനിസിലിൻ ഇപ്പൊ മോൾഡ് നിന്ന് കണ്ടുപിടിച്ചു. ഇപ്പൊ പെനിസിലിൻ നൊട്ടാറ്റം എന്ന് പറഞ്ഞിട്ടുള്ള മോൾഡ് നിന്ന് കണ്ടുപിടിച്ചു. അതുപോലെ തന്നെ വേറെയും കുറെ മൈക്രോബ്സ് നിന്ന് ഒരുപാട് ആന്റിബയോട്ടിക്സ് കണ്ടുപിടിച്ചിട്ടുണ്ട്. അപ്പൊ അതിനൊരു എക്സാമ്പിൾ ആണ് സ്ട്രെപ്റ്റോമൈസിൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ആന്റിബയോട്ടിക്. അത് കണ്ടുപിടിച്ചത് സ്ട്രെപ്റ്റോമൈസസ് ഗ്രീസിയസ് ആ ഒരു ബാക്ടീരിയത്തിൽ നിന്നാണ്. ഓക്കെ, ഇനി ആന്റിബയോട്ടിക്സ് ഹാവ് ഗ്രേറ്റ്ലി ഇംപ്രൂവ്ഡ് അവർ കപ്പാസിറ്റി ടു ട്രീറ്റ് ഡെഡ്ലി ഡിസീസസ് സച്ച് ആസ് പ്ലേഗ്, വൂഫിംഗ് കഫ്, വൂഫിംഗ് കഫിനെ തന്നെ പറയുന്ന പേരാണ് കലികൻസി, ഡിഫ്തീരിയ, ഗാൽകൂട്ടു, ലെപ്രോസി, കുഷ്ട് രോഗ്, അതുപോലെ which used to kill millions of people all over the globe. Today we cannot imagine a world without antibiotics. ഇപ്പോഴത്തെ ഒരു സാഹചര്യം അനുസരിച്ച് നമുക്ക് ആന്റിബയോട്ടിക് ഇല്ലാത്തൊരു വേൾഡ് എന്ന് പറയുന്നത് ചിന്തിക്കാൻ പോലും പറ്റില്ല. ഒരുപാട് ഡിസീസിനുള്ള മെഡിസിൻ ആയിട്ടാണ് ഈ ആന്റിബയോട്ടിക്സ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പൊ ആ ആന്റിബയോട്ടിക്സ് ആരിൽ നിന്നാണ് പ്രൊഡ്യൂസ് ചെയ്തെടുക്കുന്നത്? മൈക്രോബ്സ് നിന്നാണ് പ്രൊഡ്യൂസ് ചെയ്തെടുക്കുന്നത്. ഓക്കെ, അപ്പൊ ഇത്രയും മനസ്സിലാക്കി വെക്കുക. ഇനി അടുത്തത് chemicals, enzymes and other bioactive molecules. ഇപ്പൊ ആന്റിബയോട്ടിക് അല്ലെങ്കിൽ ഫുഡ്
അതൊന്നും മാത്രമല്ല, ബീവറേജസ് ഒന്നും മാത്രമല്ല ഈ മൈക്രോബ്സിനെ വെച്ച് നമുക്ക് ഉണ്ടാക്കാൻ വേണ്ടി പറ്റുന്നത്. കെമിക്കൽസ്, എൻസൈംസ്, അതർ ബയോആക്റ്റീവ് മോളിക്യൂൾസ് ഒക്കെയും നമുക്ക് ഈ പറഞ്ഞ മൈക്രോബ്സിനെ വെച്ച് ഉണ്ടാക്കാൻ വേണ്ടി പറ്റും. അപ്പൊ അതെങ്ങനെയാണെന്നാണ് അടുത്തത് പറയുന്നത്. Microbes are also used for commercial industrial production of certain chemicals like organic acid, alcohol and enzymes. Organic acid, alcohols, enzymes ഇതൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി ആര് യൂസ് ചെയ്യും? മൈക്രോബ്സിനെ യൂസ് ചെയ്യും. എക്സാമ്പിൾ ഓഫ് ആസിഡ് പ്രൊഡ്യൂസേഴ്സ്. ആസിഡ് പ്രൊഡ്യൂസേഴ്സ് ആണ് ആരൊക്കെ? ആസ്പെർഗില്ലസ് നൈഗർ എന്ന് പറയുന്ന ഫംഗസ് സിട്രിക് ആസിഡിനെയാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അസറ്റോബാക്ടർ അസറ്റി എന്ന് പറഞ്ഞിട്ടുള്ള ബാക്ടീരിയം അസറ്റിക് ആസിഡ് ആണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ക്ലോസ്ട്രിഡിയം ബ്യൂട്ടിലിക്കം ഒരു ബാക്ടീരിയമാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് എന്താണ്? ബ്യൂട്ടാരിക് ആസിഡ് ആണ്. ലാക്ടോബാസില്ലസ് എന്ന് പറഞ്ഞിട്ടുള്ള ബാക്ടീരിയം പ്രൊഡ്യൂസ് ചെയ്യുന്നത് ലാക്ടിക് ആസിഡ് ആണ്. ഇനി ഈസ്റ്റ് ഉണ്ട്, സെക്കാരോമൈസസ് cerevisiae. നമ്മൾ ഓൾറെഡി ബ്രെഡിന്റെ കേസിലൊക്കെ പറഞ്ഞു, ടഫിന്റെ കേസിലൊക്കെയും പറഞ്ഞു. അപ്പൊ അതില് യൂസ് ഫോർ കൊമേഴ്ഷ്യൽ പ്രൊഡക്ഷൻ ഓഫ് എത്തനോൾ. എത്തനോളിന്റെ കൊമേഴ്ഷ്യൽ പ്രൊഡക്ഷനിൽ യൂസ് ചെയ്യുന്നതാണ്. ഇനി മൈക്രോബ്സ് ആർ ഓൾസോ യൂസ് ഫോർ ദി പ്രൊഡക്ഷൻ ഓഫ് എൻസൈംസ്. എൻസൈംസിന്റെ പ്രൊഡക്ഷനിലും ഈ മൈക്രോബ്സിനെ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പൊ അത് ഏതൊക്കെയാന്ന് നോക്കാം. ലിപ്പേസസ് ആർ യൂസ്ഡ് ഇൻ ഡിറ്റർജന്റ് ഫോർമുലേഷൻസ് ആൻഡ് ആർ ഹെൽപ്ഫുൾ ഇൻ റിമൂവിങ് ഓയിൽ സ്റ്റെയിൻസ് ഫ്രം ദ ലോണ്ടറി. ഓക്കെ, അപ്പൊ ഈ ലിപ്പേസസ് എന്ന് പറഞ്ഞിട്ടുള്ള എൻസൈം എന്തിനു വേണ്ടി യൂസ് ചെയ്യുന്നതാണ്? ഡിറ്റർജന്റ് ഫോർമുലേഷൻ ആയിട്ട് യൂസ് ചെയ്യുന്നതാണ്. ലോണ്ടറിയിലൊക്കെയാണ് കൂടുതൽ അപ്ലിക്കേഷൻസ് ഒക്കെ വരുന്നത്. ഓക്കെ, then you must have noticed that bottled fruit juices bought from the market are clearer as compared to those made at home. നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന ജ്യൂസിനേക്കാളും ഇപ്പോൾ ഏറ്റവും കൂടുതൽ നല്ല ക്ലിയർ ആയിട്ടുണ്ടാകാം മാർക്കറ്റിൽ നിന്ന് വാങ്ങിക്കുന്ന ബോട്ടിൽ ഫ്രൂട്ട് ജ്യൂസസ് ആണ്. എന്തുകൊണ്ടാണത് അങ്ങനെ ക്ലിയർ ആയിട്ടിരിക്കാൻ? Okay, this is because the bottled juices are clarified by the use of pectinases. അപ്പോൾ ഈ ഒരു ബോട്ടിൽഡ് ജ്യൂസ് എന്ന് പറയുന്നതിനെ ക്ലാരിഫൈ ചെയ്തിട്ട് വരുന്നതാണ്. അതായത് അതിൽ യൂസ് ചെയ്യുന്നത് പെക്ടിനേസസ് എന്ന് പറഞ്ഞിട്ടുള്ള അതുപോലെ തന്നെ പ്രോട്ടിയേസസ് എന്ന് പറഞ്ഞിട്ടുള്ള എൻസൈംസ് ആണ്. ഓക്കെ, then streptokinase produced by the bacterium Streptococcus and modified by genetic engineering is used as clone buster. അപ്പൊ അടുത്ത ഒന്നാണ് ക്ലോഡ് ബസ്റ്റർ എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു എൻസൈം, അതായത് സ്ട്രെപ്റ്റോകൈനീസ് എന്ന് പറഞ്ഞിട്ടുള്ള എൻസൈം. അപ്പൊ അത് പ്രൊഡ്യൂസ് ചെയ്യുന്ന ബാക്ടീരിയംസ് ആരൊക്കെയാണ്? സ്ട്രെപ്റ്റോകോക്കസ് എന്ന് പറഞ്ഞിട്ടുള്ള ബാക്ടീരിയ ആണ്. അപ്പൊ ഇത് എന്തിനു വേണ്ടിയിട്ടാണ് ഈ ക്ലോഡ് ബസ്റ്റേഴ്സ് യൂസ് ചെയ്യുന്നത്? ഫോർ റിമൂവിങ് ക്ലോഡ് ഫ്രം ദ ബ്ലഡ് വെസൽസ് ഓഫ് പേഷ്യൻസ് ഹു ഹാവ് അണ്ടർഗോൺ മയോകാർഡിയൽ ഇൻഫ്രാക്ഷൻസ് ലീഡിങ് ടു ഹാർട്ട് അറ്റാക്ക്. അപ്പൊ ഹാർട്ട് അറ്റാക്കിലോട്ട് ലീഡ് ചെയ്യുന്ന മയോകാർഡിയൽ ഇൻഫ്രാക്ഷൻസിനൊക്കെയും അതിനൊക്കെയും മാറ്റാൻ വേണ്ടിയിട്ട്, അപ്പൊ അതിലേക്ക് ലീഡ് ചെയ്യുന്നത് എന്താണ്? ബ്ലഡ് വെസൽസിൽ വരുന്ന ക്ലോട്ട്സ് ആണ്, ബ്ലഡ് ക്ലോട്ടിംഗ് ആണ്. അപ്പൊ ഈ ബ്ലഡ് ക്ലോട്ടിംഗ് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ ക്ലോട്ട് ബസ്റ്റേഴ്സ് എന്തിനു വേണ്ടി യൂസ് ചെയ്യുന്നത്? ഈ ഒരു മയോകാർഡിനൽ ഇൻഫ്രാക്ഷൻസ് ഒക്കെ വന്നിട്ടുള്ള അല്ലെങ്കിൽ ഹാർട്ട് അറ്റാക്ക് വന്നിട്ടുള്ള പേഷ്യൻസിൽ ഈ ഒരു ക്ലോട്ട് ബസ്റ്റേഴ്സ് യൂസ് ചെയ്തത് ബ്ലഡ് ക്ലോട്ടിങ് മാറ്റാൻ വേണ്ടിയിട്ട്. ഓക്കെ, ദെൻ അനദർ ബയോ ആക്റ്റീവ് മോളിക്യൂൾ ആണ് സൈക്ലോസ്പോറിൻ എ എന്ന് പറയുന്നത്. ഇത് യൂസ് ചെയ്യുന്നത് ഒരു ഇമ്മ്യൂണോ സപ്രസീവ് ഏജന്റ് ആയിട്ടാണ്. ഓർഗാൻ ട്രാൻസ്പ്ലാന്റ് ചെയ്തിട്ടുള്ള പേഷ്യൻസിൽ, അതായത് ഇപ്പൊ ഏതെങ്കിലും കിഡ്നി അങ്ങനെയുള്ളതൊക്കെയും ഓർഗാൻ ട്രാൻസ്പ്ലാന്റേഷൻ മാറ്റി വെച്ചിട്ട് അല്ലെങ്കിൽ ഒരിക്കലൊക്കെ മാറ്റി വെച്ചിട്ടുള്ള പേഷ്യൻസിലൊക്കെയാണ് ഇമ്മ്യൂണോ സപ്രസീവ്സ് കൊടുക്കുക. അത് എന്തിനു വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്? അതായത് ഇപ്പൊ നമുക്കറിയാം, ഇപ്പൊ നമ്മുടെ ബോഡിയിൽ നമ്മുടേതല്ലാതെ വേറെ എന്തെങ്കിലും, ഫോർ എക്സാമ്പിൾ വൈറസ് വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ടെമ്പറേച്ചർ കൂടും. ബാക്ടീരിയ എൻ്റർ ആയിട്ടുണ്ടെങ്കിൽ ടെമ്പറേച്ചർ കൂടും. അത് നമ്മുടെ ബോഡിയിൽ ഇല്ലാത്തൊരു സംഭവം വന്നിട്ടുണ്ടെങ്കിൽ അതിനെതിരായിട്ട്, അതൊരു ഫോറിൻ ബോഡിയാണ്, അപ്പൊ അതിനെതിരായിട്ട് ആക്ട് ചെയ്യുന്നതാണ് കാണുന്നത്. ഇതിനൊക്കെ നമ്മൾ ഇമ്മ്യൂണോ റെസ്പോൺസ് എന്നാണ് പറയുന്നത്. ഇനി ഇതേ സെയിം കാര്യം തന്നെയാണ് ഇപ്പൊ വേറൊരാളുടെ കിഡ്നി എടുത്ത് നമുക്ക് വെക്കുമ്പോൾ അത് നമ്മുടെ ബോഡി ഒരു ഫോറിൻ ബോഡി ആയിട്ടാണ് കാണുന്നത്. ഓക്കെ, അപ്പൊ നമ്മുടെ ബോഡി എന്ത് ചെയ്യും? അതിനെ തള്ളാൻ, അതിനെ റിമൂവ് ചെയ്യാൻ വേണ്ടി നമ്മുടെ ബോഡി തന്നെ ശ്രമിക്കും. അപ്പൊ ആ സമയത്ത് ഇമ്മ്യൂണോ റെസ്പോൺസ് ആണ് അവിടെ നടക്കുന്നത്. അപ്പൊ അവിടെയുള്ള ഇമ്മ്യൂണോ റെസ്പോൺസ് എന്ത് ചെയ്യണം? നമ്മള് അതിനൊന്ന് സപ്രസ് ചെയ്ത് വെക്കണം. അപ്പൊ അതിനു വേണ്ടി കൊടുക്കുന്നതാണ് എന്ത്? ഇമ്മ്യൂണോ സപ്രസീവ് ആയിട്ടുള്ള മെഡിസിൻസ്. അപ്പൊ അതും അത് എന്ന് പറയുന്നതാണ് ഈ സൈക്ലോസ്പോറിൻ എ എന്ന് പറയുന്നത്. അപ്പൊ അത് ആരിൽ നിന്നാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്? ഒരു ഫംഗസ് ആണ്, ട്രൈക്കോഡേർമ പോളിസ്പോർ എന്ന് പറഞ്ഞിട്ടുള്ള ഫംഗസ് നിന്നാണ് ഇത് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇനി സ്റ്റാറ്റിൻസ് എന്ന് പറയുന്നത് മൊണാസ്കസ് പെർപ്യൂറസ് എന്ന് പറഞ്ഞിട്ടുള്ള ഈസ്റ്റ് നിന്ന് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒന്നാണ്. ഇത് മെയിൻ ആയിട്ടും ബ്ലഡ് കൊളസ്ട്രോൾ ലോവറിംഗ് ഏജന്റ് ആയിട്ടാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, കൊളസ്ട്രോൾ ഒക്കെ കുറയ്ക്കാൻ വേണ്ടിയിട്ട്. ഇറ്റ് ആക്ട്
by competitively inhibiting the enzyme responsible for synthesis of cholesterol. കൊളസ്ട്രോൾ സിന്തസൈസ് ചെയ്യുന്ന എൻസൈംസ് ഉണ്ട്, അതിന് റെസ്പോൺസിബിൾ ആയിട്ടുള്ള എൻസൈംസ് ഉണ്ട്, അതിനെ ഇൻഹിബിറ്റ് ചെയ്യാണ് ചെയ്യുന്നത്, തടയാണ് ചെയ്യുന്നത് ആര്? ഈ ഒരു സ്റ്റാറ്റിൻ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു എൻസൈം. ഓക്കെ, സ്റ്റാറ്റിൻ എന്ന് പറഞ്ഞിട്ടുള്ള മോളിക്യൂൾസ് എന്ത് ചെയ്യും? ഇവരേനെ ബ്ലോക്ക് ചെയ്ത് വെക്കും. ഇനി അടുത്തത് പറയുന്നത് മൈക്രോബ്സ് ഇൻ സീവേജ് ട്രീറ്റ്മെന്റ്. സീവേജ് ട്രീറ്റ്മെന്റിൽ യൂസ് ചെയ്യുന്ന മൈക്രോബ്സ് ഏതൊക്കെയാണ്? ഇപ്പൊ നമുക്കറിയാം, ഇപ്പൊ നമ്മൾ ഒരുപാട് പേര് ഒരുമിച്ച് തങ്ങി ജീവിക്കുന്നത് കൊണ്ട് തന്നെ ഒരുപാട് സീവേജ് അല്ലെങ്കിൽ വേസ്റ്റുകൾ ഉണ്ടാകുന്നുണ്ട്. ഈ മുനിസിപ്പാലിറ്റിയിലുള്ള വേസ്റ്റ് ഒക്കെ കൂടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, നമ്മൾ സീവേജ് എന്ന് പറയുന്നത്. അപ്പൊ അതിനെ നമ്മൾക്ക് എങ്ങനെ ഒരു നല്ലൊരു ട്രീറ്റ്മെന്റ് കൊടുത്തിട്ട് അതിനെങ്ങനെ ഇല്ലാതാക്കാം? അപ്പൊ അതാണ് അതിന് വേണ്ടിയിട്ട് ആരെന്നെയാണ് യൂസ് ചെയ്യുന്നത്? ഈ മൈക്രോബ്സിനെ തന്നെയാണ് യൂസ് ചെയ്യുന്നത്. Okay, so we know that large quantities of wastewater are generated every day in cities and towns. A major component of this wastewater is human excreta. Main ആയിട്ട് വരുന്നത് human excretas തന്നെയാണ്. This municipal wastewater is called sewage. It contains large amount of organic matter and microbes. ഇതിൽ ഒരുപാട് മൈക്രോബ്സ് ഓൾറെഡി ഉണ്ട്, അതുപോലെ ഓർഗാനിക് മാറ്റർ ഉണ്ട്, അങ്ങനെയെല്ലാം ഉണ്ട്. മെനി ഓഫ് വിച്ച് ആർ പാത്തോജനിക്. അപ്പം ഈ സീവേജിൽ കാണുന്ന മൈക്രോബ്സ് എന്ന് പറയുന്നത് പാത്തോജനിക് ആണ്, ഡിസീസ് കോസിംഗ് ആണ്. ഹാവ് യു എവർ വണ്ടേർഡ് വേർ ദിസ് ഹ്യൂജ് ക്വാണ്ടിറ്റി ഓഫ് സീവേജ് ഓർ അർബൻ വേസ്റ്റ് വാട്ടർ ഇസ് ഡിസ്പോസ്ഡ് ഓഫ് ഡെയിലി? എങ്ങനെയാണ് ഈ ഒരു ഇത്രയും ഹ്യൂജ് ആയിട്ടുള്ള സീവേജ് ഡിസ്പോസ് ചെയ്യുന്നത്? ഇതൊരിക്കലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, നാച്ചുറൽ വാട്ടർ ബോഡീസ് ആയിട്ടുള്ള റിവേഴ്സിലേക്കോ സ്ട്രീംസിലേക്കോ ഡയറക്റ്റ് ആയിട്ട് നമുക്ക് ഇതിനെ തുറന്നു വിടാൻ വേണ്ടി പറ്റില്ല. എന്തുകൊണ്ടാണ്? നമുക്കറിയാം ഡിസീസും കാര്യങ്ങളും സ്പ്രെഡ് ആകും. ഓക്കെ, അതൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്നതാണ് ഈ സ്ട്രീം റിവർ എന്നൊക്കെ പറയുന്നത്. ബിഫോർ ഡിസ്പോസൽ ഹെൻസ് സീവേജ് ഈസ് ട്രീറ്റഡ് ഇൻ സീവേജ് ട്രീറ്റ്മെന്റ് പ്ലാന്റ്സ്. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഈ സീവേജിനെ ട്രീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സീവേജ് ട്രീറ്റ്മെന്റ് പ്ലാന്റ്സ് ഉണ്ട്, STPs എന്ന് പറയും. ടു മേക്ക് ഇറ്റ് ലെസ് പൊല്യൂട്ടിങ്. അതുപോലെ തന്നെ ട്രീറ്റ്മെന്റ് ഓഫ് വേസ്റ്റ് വാട്ടർ ഇസ് ഡൺ ബൈ ദി ഹെട്രോട്രോഫിക് ആയിട്ടുള്ള മൈക്രോബ്സ്. അതായത് ഹെട്രോട്രോഫിക് മൈക്രോബ്സിനെ യൂസ് ചെയ്തിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഈ സീവേജിനൊക്കെ ഇല്ലാതാക്കുന്നത്, അതായത് അവരെ പ്രോപ്പർ ആയിട്ട് ട്രീറ്റ് ചെയ്യുന്നത്. ഓക്കെ, ഈ ഹെട്രോട്രോഫിക് മൈക്രോബ്സ് എന്ന് പറയുന്നത് നാച്ചുറലി പ്രസന്റ് ആയിട്ടുണ്ടായിരിക്കും ഈ ഒരു സീവേജിൽ തന്നെ. അപ്പം ഈ ഒരു ട്രീറ്റ്മെന്റ് ക്യാരി ഔട്ട് ചെയ്യുന്നത് 2 സ്റ്റേജസിലായിട്ടാണ്. പ്രൈമറി സെക്കൻഡറി സ്റ്റേജസ് ആണ് ഉള്ളത്. പ്രൈമറി ട്രീറ്റ്മെന്റ് എന്ന് പറയുന്നത് ദീസ് ട്രീറ്റ്മെന്റ് സ്റ്റെപ്സ് ബേസിക്കലി ഇൻവോൾവ് ഫിസിക്കൽ റിമൂവൽ ഓഫ് പാർട്ടിക്കിൾസ് ലാർജ് ആൻഡ് സ്മോൾ ഫ്രം ദ സീവേജ് ത്രൂ ഫിൽട്രേഷൻ ആൻഡ് സെഡിമെന്റേഷൻ. അപ്പൊ ഫിൽട്രേഷൻ സെഡിമെന്റേഷൻ എന്ന് പറഞ്ഞിട്ടുള്ള 2 പ്രോസസ് വഴി ലാർജ് ആൻഡ് സ്മോൾ പാർട്ടിക്കിൾസിനെ ഇവരെന്ത് ചെയ്യും, തരംതിരിക്കും. അത് തന്നെ ദീസ് ആർ റിമൂവ്ഡ് ഇൻ സ്റ്റേജസ്. Initially, floating debris is removed by sequential filtration. So, sequential filtration നടത്തിയിട്ട് floating debris നെയൊക്കെ റിമൂവ് ചെയ്യും. Then grit, soil and small pebbles ഒക്കെ ഉണ്ടായിരിക്കും, അതിനെ സെഡിമെന്റേഷൻ വഴി എന്ത് ചെയ്യും, റിമൂവ് ചെയ്യും. All solids that settle for the primary sludge. ഓക്കെ, ഇനി ഈ സെഡിമെന്റേഷനും ഫിൽട്രേഷനും ഒക്കെ കഴിഞ്ഞിട്ട് ബാക്കി വരുന്ന സോളിഡ്സിനെ നമ്മൾ പറയുന്ന പേരാണ് പ്രൈമറി സ്ലഡ്ജ്. ആൻഡ് ദ സൂപ്പർനാറ്റൻ ഫോംസ് ആർ എഫ്ലുവന്റ്. ഇനി അവിടെ സൂപ്പർനാറ്റൻ, അതായത് അടിഞ്ഞു കൂടിയിട്ടുള്ള ആ ഫോംസിനെ നമ്മൾ പറയുന്നത് എഫ്ലുവന്റ് എന്നാണ്. ദ എഫ്ലുവന്റ് ഫ്രം ദ പ്രൈമറി സെറ്റിലിംഗ് ടാങ്ക് ഇസ് ടേക്കൺ ഫോർ സെക്കൻഡറി ട്രീറ്റ്മെന്റ്. ഇനി പ്രൈമറി സെറ്റിലിംഗ് ടാങ്ക്സ് ഉണ്ടായിരിക്കും, അപ്പൊ അതിൽ സെറ്റിൽഡ് ആയിട്ടുള്ള സെഡിമെന്ററി ആയിട്ടുള്ള എന്തുണ്ട്, സോളിഡ്സ് ഉണ്ട്. അപ്പൊ അതിനെയാണ് നമ്മൾ സൂപ്പർനാറ്റൻ ഫോംസ് എന്ന് പറയുന്നത്. അപ്പൊ അതിനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ എഫ്ലുവൻസിനെയാണ് സെക്കൻഡറി ട്രീറ്റ്മെന്റിന് വേണ്ടിയിട്ട് എടുക്കുന്നത്. ഇനി സെക്കൻഡറി ട്രീറ്റ്മെന്റ് എന്താണെന്ന് നോക്കാം. സെക്കൻഡറി ട്രീറ്റ്മെന്റ്സ് ഓർ ബയോളജിക്കൽ ട്രീറ്റ്മെന്റ്. ദ പ്രൈമറി എഫ്ലുവന്റ് ഇസ് പാസ്ഡ് ഇൻ ടു ലാർജ് എയറേഷൻ ടാങ്ക്സ്. ഇപ്പൊ പ്രൈമറി ആയിട്ടുള്ള എഫ്ലുവൻസ് നമ്മൾ എന്ത് ചെയ്യും, ലാർജ് എയറേഷൻ ടാങ്ക്സിലോട്ട് പാസ് ചെയ്യും. where it is constantly agitated mechanically and air is pumped into it. അപ്പൊ ഇത് കോൺസ്റ്റന്റ്ലി അജിറ്റേറ്റ്, ഫുൾ റൊട്ടേഷനിൽ കറങ്ങിക്കൊണ്ടിരിക്കും മെക്കാനിക്കലി, എന്നിട്ട് അതിലോട്ട് ഒരുപാട് എയർ പമ്പ് ചെയ്യുന്നുണ്ട്. This allows vigorous growth of useful aerobic microbes into flocks. ഇനി ഈ സമയത്ത് യൂസ്ഫുൾ ആയിട്ടുള്ള aerobic microbes ഫ്ലോക്സ് ആയിട്ട് മാറും. ഫ്ലോക്സ് എന്ന് ഉദ്ദേശിക്കുന്നത് masses of bacteria associated with fungal filaments to form mesh-like structures. അതായത്
ബാക്ടീരിയയുടെ ഒരു കോളനി അല്ലെങ്കിൽ ബാക്ടീരിയയുടെ ഒരു മാസ് തന്നെയാണ് അത് ഫംഗൽ ഫിലമെന്റ്സ് ആയിട്ട് അസോസിയേറ്റ് ചെയ്തിട്ട് മെഷ് ലൈക്ക് ആയിട്ടാണ് കാണുന്നത്. അപ്പൊ അതിനെയാണ് ഫ്ലോക്സ് എന്ന് പറയാം. While growing, these microbes consume the major part of organic matter in the effluent. ഈ എഫ്ലുവന്റിലുള്ള ഓർഗാനിക് മാറ്റർ അത്രയും ആര് കൺസ്യൂം ചെയ്യും? ഈ മൈക്രോബ്സ് കൺസ്യൂം ചെയ്യും. ഈ മൈക്രോബിന്റെ ഫ്ലോക്സ് കൺസ്യൂം ചെയ്യും. This significantly reduces the BOD, biochemical oxygen demand. അപ്പൊ അതിന്റെ എക്സ്പാൻഷൻ പഠിക്കുക, ബയോളജിക്കൽ ഓക്സിജൻ ഡിമാൻഡ്. അപ്പൊ ഈ ഒരു ഫ്ലോക്സ് എന്ന് പറയുന്നത് ഈ BOD-നെ കുറയ്ക്കും, എഫ്ലുവന്റിലുള്ള BOD-നെ കുറയ്ക്കും. BOD refers to the amount of oxygen that would be consumed if all the organic matter in 1 liter of water were oxidized by bacteria. BOD എന്ന് പറയുന്നത് amount of oxygen ആണ്. ഈ ഓർഗാനിക് മാറ്റർ കൺസ്യൂം ചെയ്യുന്ന amount of oxygen ആണ് per 1 liter of water. അതിനെ ബേസ് ചെയ്തിട്ട് ഇതിനെ ആരാണ് ഓക്സിഡൈസ് ചെയ്യുന്നത്? ബാക്ടീരിയ ആണ് ഓക്സിഡൈസ് ചെയ്യുന്നത്. അതിനെയാണ് BOD എന്ന് പറയുന്നത്. The sewage water is treated till the BOD reduce. BOD reduce ആകുന്നത് വരെയും എന്ത് ചെയ്യും? സീവേജ് വാട്ടറിനെ ട്രീറ്റ് ചെയ്തുകൊണ്ടിരിക്കും. അതായത് സീവേജില് ഇപ്പൊ മൈക്രോബ്സിനെ കൊടുക്കാം നമ്മൾ പറഞ്ഞു. അപ്പൊ ഈ മൈക്രോബ്സ് ഈ ഓർഗാനിക് മാറ്ററിനൊക്കെയും കഴിക്കും. ആ കഴിക്കുന്ന സമയത്ത് ഈ ഓർഗാനിക് മാറ്റർ കൺസ്യൂം ചെയ്യേണ്ട BOD എന്ന് പറയുന്നത് എന്ത് ചെയ്യും? അവിടെ കുറഞ്ഞുകൊണ്ട് വരും. ഓക്കെ, അതിനെ ആര് കഴിക്കുന്നു? ഈ മൈക്രോബ്സ് കൺസ്യൂം ചെയ്യും. അപ്പൊ അങ്ങനെ BOD കുറഞ്ഞുകൊണ്ട് വരുന്നു. ആ BOD-യുടെ ലെവൽ നോക്കിയിട്ടാണ് സീവേജ് ട്രീറ്റ്മെന്റ് നിർത്തുന്നത്. അപ്പൊ സീവേജ് ട്രീറ്റ്മെന്റ് കണ്ടിന്യൂ ചെയ്യും BOD കുറയുന്നത് വരെ. The BOD test measures the rate of uptake of oxygen by microorganisms. ഈ BOD ടെസ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ളതാണ് ചെയ്യുന്നത്. അതായത് മൈക്രോ ഓർഗാനിസം എത്രത്തോളം ഓക്സിജൻ അപ്ടേക്ക് ചെയ്യുന്നുണ്ട് ഇൻ എ സാമ്പിൾ ഓഫ് വാട്ടർ. ആ ഒരു സാമ്പിൾ ഓഫ് വാട്ടറിൽ എത്രത്തോളം ഓക്സിജൻ കൺസ്യൂം ചെയ്യുന്നുണ്ട് അതനുസരിച്ചിട്ടാണ് BOD ടെസ്റ്റ് ചെയ്യുന്നത്. ഇൻഡയറക്ട്ലി BOD ഈസ് എ മെഷർ ഓഫ് ഓർഗാനിക് മാറ്റർ പ്രസന്റ് ഇൻ എ വാട്ടർ. അപ്പൊ BOD എന്ന് പറയുന്നത് ഓർഗാനിക് മാറ്ററിന്റെ മെഷർ ആണ്, വാട്ടറിൽ കാണുന്ന ഓർഗാനിക് മാറ്ററിന്റെ മെഷർ ആണ്. The greater the BOD of waste water, more it is polluting potential. അപ്പം BOD എന്ന് പറയുന്നത് വേസ്റ്റ് വാട്ടറിൽ കൂടുതലാണെന്നുണ്ടെങ്കിൽ അതിന്റെ പൊല്യൂട്ടിംഗ് പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് കൂടുതലായിരിക്കും, അല്ലെങ്കിൽ പൊല്യൂഷനും കൂടുതലായിരിക്കും. Once BOD of sewage or waste water is reduced significantly, the effluent is then passed into settling tank. അപ്പൊ BOD കുറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ എഫ്ലുവന്റിനെ നമ്മൾ സെറ്റിലിംഗ് ടാങ്കിലോട്ട് മാറ്റും. Where bacterial flocks are low to sediment. അവിടെ എന്ത് ചെയ്യും? ബാക്ടീരിയൽ ഫ്ലോക്സ് സെഡിമെന്റ് ചെയ്യും. അപ്പൊ ഈ സെഡിമെന്റിനെ പറയുന്ന പേരാണ് ആക്ടിവേറ്റഡ് സ്ലഡ്ജ്. A small part of activated sludge is pumped back to the aeration tank to serve as inoculum. അപ്പൊ ഇത് തിരിച്ച് പ്രൈമറി ടാങ്കിലോട്ട് തന്നെ തിരിച്ച് എന്ത് ചെയ്യും? ഈ ആക്ടിവേറ്റഡ് സ്ലഡ്ജിന്റെ കുറച്ചെടുത്ത് അതിൽ തിരിച്ചിടും. അതെന്തിനു വേണ്ടിയിട്ടാ? ഈ ആക്ടിവേറ്റഡ് സ്ലഡ്ജിൽ ഒരുപാട് മൈക്രോബ്സ് ഉണ്ട്, അപ്പൊ അതിനെ കിട്ടാൻ വേണ്ടിയിട്ട്. The remaining major part of sludge is pumped into large tanks. അപ്പം റിമൈനിങ് പാർട്ട് ഓഫ് സ്ലഡ്ജ് എന്ന് പറയുന്നത് ലാർജ് ടാങ്ക്സിലോട്ട് മാറ്റും. അതാണ് അനൈറോബിക് സ്ലഡ്ജ് ഡൈജസ്റ്റേഴ്സ്. ഹിയർ അതർ കൈൻഡ്സ് ഓഫ് ബാക്ടീരിയ വിച്ച് ഗ്രോ അനൈറോബിക്കലി. അതായത് ഇതിൽ വേറെയും ഒരുപാട് ബാക്ടീരിയാസ് ഉണ്ട്, അവര് അനൈറോബിക്കലി ആണ് എന്ത് ചെയ്യുന്നത്? ഗ്രോ ചെയ്യുന്നത്. അതായത് ഓക്സിജൻ അവർക്ക് ആവശ്യമില്ല. Digest the bacteria and fungi in the sludge. സ്ലഡ്ജിലുള്ള ബാക്ടീരിയനും ഫംഗസിനൊക്കെയും ഡൈജസ്റ്റ് ചെയ്യും. During this digestion, bacteria produce a mixture of gases such as methane, hydrogen sulfide, carbon dioxide. ഇപ്പൊ മീത്തേൻ, ഹൈഡ്രജൻ സൾഫൈഡും കാർബൺ ഡയോക്സൈഡ് ഒക്കെ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഈ ഡൈജഷന്റെ സമയത്ത് അപ്പൊ ഈ ഗ്യാസുകളൊക്കെയാണ് ബയോഗ്യാസ് എന്ന് നമ്മൾ പറയുന്നത്. ഈ ബയോഗ്യാസ് എന്ന് പറയുന്നത് ഇപ്പൊ സോഴ്സ് ഓഫ് എനർജിയാണ്. അപ്പം അതുപോലെ തന്നെ ഇത് ഇൻഫ്ലേമബിൾ ആണ്. ഓക്കെ, then the effluent from the secondary treatment plant is generally released into natural water bodies like river streams. ഈ സെക്കൻഡറി ആയിട്ടുള്ള ട്രീറ്റ്മെന്റ് പ്ലാന്റ്സ് എന്നുള്ള എഫ്ലുവന്റ് ആണ് പിന്നീട് റിവറിലോട്ടും സ്ട്രീമിലോട്ടൊക്കെയും വിടുന്നത്. അപ്പം സെക്കൻഡറി ഇതുപോലെയുള്ള ട്രീറ്റ്മെന്റ് പ്ലാന്റ്സിൽ നിന്ന് ഉള്ള എഫ്ലുവൻസ് പുറത്തു വിടുന്നത് വഴി അസുഖങ്ങളോ ഒന്നും തന്നെ ഉണ്ടാകുന്നില്ല. ഓക്കെ, അപ്പം ഇവിടെ കൊടുത്തിട്ടുള്ള ഒന്നാണ് എന്ത്? സെക്കൻഡറി ട്രീറ്റ്മെന്റ്സ്. ഇതാണ് സെക്കൻഡറി ട്രീറ്റ്മെന്റ് നടക്കുന്നതിന്റെ ഒരു പിക്ചർ. ഇനി യു ക്യാൻ അപ്രീഷിയേറ്റ്, ഇപ്പം സീവേജ് പ്ലാന്റിന്റെ ഒരു ഓവർവ്യൂ കൊടുത്തിട്ടുണ്ട്. മുകളിൽ നിന്നുള്ള ഏരിയൽ വ്യൂ ആണത്. ഇനി ഇപ്പം യു ക്യാൻ അപ്രീഷിയേറ്റ് ഹൗ മൈക്രോബ്സ്
play a major role in treating millions of gallons of wastewater every day across the globe. ഗ്ലോബിൽ വെച്ച് തന്നെ ഒരുപാട് ഗാലൻസ് ഓഫ് വേസ്റ്റ് വാട്ടർ ഉണ്ടാകുന്നുണ്ട്. അപ്പം അതൊക്കെ ഈ മൈക്രോബ്സിനെ വെച്ച് ചെയ്തിട്ടാണ് എന്ത് ചെയ്യുന്നത്, ട്രീറ്റ് ചെയ്യുന്നത്. ദിസ് മെത്തഡോളജി ഹാസ് ബീൻ പ്രാക്ടീസ്ഡ് ഫോർ മോർ ദാൻ എ സെഞ്ചുറി നൗ. അപ്പം ഇപ്പം മാത്രമല്ല ഇങ്ങനെയുള്ള ഒരു ട്രീറ്റ്മെന്റ് നടക്കുന്നത്, ഇതിനു മുമ്പ് സെഞ്ചുറീസ് മുമ്പും തന്നെ ഈ ഒരു മെത്തഡോളജി പ്രാക്ടീസ് ചെയ്ത് വരുന്നുണ്ട്. In almost all parts of the world. Till date, no man-made technology has been able to rival the microbial treatment of sewage. ഈ സീവേജിനെ മൈക്രോബ്സ് ട്രീറ്റ് ചെയ്യുന്നത് പോലെ തന്നെ വേറെ ഒരു ടെക്നോളജിയും ഇതുവരെയും മനുഷ്യൻ കണ്ടുപിടിച്ചിട്ടില്ല ഈ സീവേജിനെ ട്രീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. മൈക്രോബ്സിന് തന്നെയാണ് എന്തിനു വേണ്ടിയിട്ട് ഇപ്പോഴും യൂസ് ചെയ്യുന്നുള്ളൂ, സീവേജ് ട്രീറ്റ്മെന്റിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നുള്ളൂ. You are aware that due to increasing urbanization, sewage is being produced in much larger quantities than ever before. അതായത് ഇപ്പൊ നമുക്കറിയാം, ഇപ്പൊ അർബനൈസേഷൻ കൂടുന്നതനുസരിച്ച് സീവേജും കൂടും. അപ്പൊ അതനുസരിച്ച് ഇപ്പോ എന്ത് ചെയ്യണം, ലാർജ് ക്വാണ്ടിറ്റീസ് ഓഫ് സീവേജ് ഡിസ്പോസ് ചെയ്യണം. However, the number of sewage treatment plants has not increased enough to treat such large quantities. അപ്പൊ ഇപ്പോഴും ഇത്രത്തോളം ലാർജ് ക്വാണ്ടിറ്റീസിലുള്ള സീവേജിനെ ഡിസ്പോസ് ചെയ്യാനോ ട്രീറ്റ് ചെയ്യാനുള്ള പ്ലാൻസ് ഒന്നും ഇപ്പൊ ഇല്ല. ഇനി the untreated sewage is often discharged directly into rivers, leading to their pollution and increase in waterborne diseases. അപ്പൊ ഇപ്പോഴും ചില സ്ഥലത്ത് ഇതുപോലെ സീവേജിന് എന്ത് ചെയ്യുന്നുണ്ട്, തുറന്നു വിടുന്നുണ്ട് റിവറിലോട്ടൊക്കെ. അപ്പൊ ആ സമയത്ത് എന്ത് ചെയ്യും, അവിടെ പൊല്യൂഷൻ ഉണ്ടാകും, അതുപോലെ തന്നെ വാട്ടർബോൺ ഡിസീസസും ഉണ്ടാകും. The Ministry of Environment and Forest has initiated Ganga Action Plan and Yamuna Action Plan. Ministry of Environment and Forest എന്ന് പറഞ്ഞിട്ടുള്ള മിനിസ്ട്രി എന്ത് ചെയ്തു, ഗംഗ ആക്ഷൻ പ്ലാൻ, യമുന ആക്ഷൻ പ്ലാൻ ഒക്കെ ഇനീഷ്യേറ്റ് ചെയ്തു. എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട്, ഗംഗ യമുന പോലെയുള്ള മേജർ റിവേഴ്സിനൊക്കെ സേവ് ചെയ്യാൻ വേണ്ടിയിട്ട്, അതിനെ പൊല്യൂഷനിൽ നിന്നും അകറ്റാൻ വേണ്ടിയിട്ട്. അണ്ടർ ദീസ് പ്ലാൻസ് it is proposed to build a large number of sewage treatment plants so that only treated sewage may be discharged in the rivers. അപ്പൊ ഇതിനടുത്തായിട്ട് ഒരുപാട് സീവേജ് ട്രീറ്റ്മെന്റ് പ്ലാന്റ്സ് ഒക്കെ ഉണ്ടാക്കി അതനുസരിച്ച് സീവേജിനെ അവർ പ്രോസസ് ചെയ്തിട്ടാണ് ഡിസ്ചാർജ് ചെയ്യുള്ളൂ. A visit to a sewage treatment plant situated in any place near you would be a very interesting and educating experience. ഇപ്പം നമ്മുടെ ഇതുപോലെയുള്ള പ്ലാൻസ് അതായത് ഇപ്പം സീവേജ് ട്രീറ്റ്മെന്റ് പ്ലാൻസ് ഒക്കെയും കാണാൻ പോകണമെന്നാണ് പറയുന്നത്. അപ്പോഴാണ് നമുക്ക് അതിന്റെ ആക്ഷൻസും കാര്യങ്ങളും കുറച്ചും കൂടി റിയലിസ്റ്റിക് ആയിട്ട് കാണാൻ വേണ്ടി പറ്റുക. ഓക്കെ, ഇനി അടുത്തത് എങ്ങനെയാണ് ഈ ബയോഗ്യാസ് പ്രൊഡ്യൂസ് ചെയ്യുന്നതിലെ മൈക്രോബ്സിനെ യൂസ് ചെയ്യുന്നത്, അതാണ് നമ്മൾ നെക്സ്റ്റ് നോക്കാൻ വേണ്ടി പോകുന്നത്. എങ്ങനെയാണ് ബയോഗ്യാസിന്റെ പ്രൊഡക്ഷനിലെ മൈക്രോബ്സിനെ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ബയോഗ്യാസ് ഇസ് എ മിക്സ്ചർ ഓഫ് ഗ്യാസസ്. അപ്പം ബയോഗ്യാസ് എന്ന് പറയുന്നത് മിക്സ്ചർ ഓഫ് ഗ്യാസസ് ആണ്, കണ്ടെയ്നിങ് പ്രിഡോമിനന്റ്ലി മീത്തേൻ. മീത്തേൻ ആണ് ഈ ബയോഗ്യാസിൽ മെയിൻ ആയിട്ടും ഉണ്ടായിരിക്കുക. പ്രൊഡ്യൂസ്ഡ് ബൈ ദ മൈക്രോബിയൽ ആക്ടിവിറ്റി ആൻഡ് വിച്ച് മേ ബി യൂസ്ഡ് ആസ് ഫ്യൂവൽ. ഈ ഒരു മീത്തേൻ എന്ന് പറഞ്ഞാൽ നമുക്ക് ഫ്യൂവൽ ആയിട്ട് യൂസ് ചെയ്യാം. ഓക്കെ, you have learned that microbes produce different types of gaseous and end products during growth and metabolism. മൈക്രോബ്സ് ഗ്രോ ചെയ്യുന്ന സമയത്തും അവരുടെ മെറ്റാബോളിസം നടക്കുന്ന സമയത്തും ഒരുപാട് ഗ്യാസസ് ഉണ്ടാകുന്നുണ്ട്. The type of gas produced depends upon microbes and organic substrates they utilize. ഓരോ മൈക്രോബ് വ്യത്യാസം വരുന്ന അനുസരിച്ചും അവരുടെ ഓർഗാനിക് സബ്സ്ട്രേറ്റ്സ് അവർ യൂട്ടിലൈസ് ചെയ്യുന്ന ഓർഗാനിക് സബ്സ്ട്രേറ്റ്സിന്റെ വ്യത്യാസം അനുസരിച്ചും പല ടൈപ്പ് ഗ്യാസസ് ആണ് അവിടെ പ്രൊഡ്യൂസ്ഡ് ആവുന്നത്. In the examples cited in relation to fermentation of duff, ഡഫിന്റെ ഫെർമെന്റേഷനിൽ നമ്മൾ മെയിൻ ആയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുപോലെ ചീസ് മേക്കിങ്ങില്, അതുപോലെ പ്രൊഡക്ഷൻ ഓഫ് ബീവറേജസില്, അതിലൊക്കെയും ഗ്യാസ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഏത് ഗ്യാസ് ആണ്, CO2 ആണ്. അപ്പൊ അതിനു വേണ്ടി യൂസ് ചെയ്യുന്ന ഇതായിട്ടുള്ള ബാക്ടീരിയാസ് ഒക്കെ നമ്മൾ പറഞ്ഞു. അപ്പം ഓരോ ബാക്ടീരിയാസും ഓരോ ഗ്യാസസ് ആണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അതാണ് മെയിൻ ആയിട്ട് അതിന് മനസ്സിലാക്കേണ്ടത്. However, certain bacteria which grow anaerobically on cellulosic material produce large amount of methane along with CO2 and H2. അപ്പൊ ചില ബാക്ടീരിയാസ് ഉണ്ട്, അവർ അനൈറോബിക്കലി ആണ് ഗ്രോ ചെയ്യുന്നത്. ഓക്കെ, സെല്ലുലോസിക് മെറ്റീരിയൽസിന്റെ മുകളിൽ അനൈറോബിക്കലി ആണ് അവർ ഗ്രോ ചെയ്യുന്നത്. അപ്പൊ ഇവർ പ്രൊഡ്യൂസ് ചെയ്യുന്നത് ലാർജ് എമൗണ്ട് ഓഫ് മീത്തേൻ ആണ്. അതുപോലെ തന്നെ CO2 H2 ഈ മീത്തേന്റെ കൂടെ തന്നെ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഈ ടൈപ്പ് ബാക്ടീരിയനെ പറയുന്ന പേരാണ്, മീത്തേൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന ബാക്ടീരിയനെ പറയുന്ന പേരാണ് എന്ത്, മെത്തനോജൻസ്. ഇവര് അനൈറോബിക്കലി എന്ത് ചെയ്യുന്ന ഗ്രോ ചെയ്യുന്ന ബാക്ടീരിയാസ് ആണ്.
വൺ സച്ച് കോമൺ ബാക്ടീരിയമാണ് മെത്തനോബാക്ടീരിയം. ഇപ്പൊ മെത്തനോജൻസിന് ഒരു എക്സാമ്പിൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് നമ്മൾ പറയേണ്ടത്? മെത്തനോബാക്ടീരിയം. അപ്പൊ മെയിൻ ആയിട്ടും ബയോഗ്യാസ് എന്ന് പറയുന്നത് ഏത് ബയോഗ്യാസ് പ്ലാന്റ്സ് ഒക്കെ ഏത് ഗ്യാസ് ആണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്? മീഥേൻ ആണ്. അപ്പൊ മീഥേൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന ബാക്ടീരിയം അല്ലെങ്കിൽ മൈക്രോബ് ഏതാണ്? മെത്തനോജൻസ് ആണ്. അപ്പൊ മെത്തനോജൻ ആയിട്ടുള്ള ഒരു ബാക്ടീരിയം ഏതാണ്? മെത്തനോബാക്ടീരിയം ആണ്. ഓക്കെ. These bacteria are commonly found in anaerobic sludge during sewage treatment. ഈ ബാക്ടീരിയാസൊക്കെയും മെയിൻ ആയിട്ടും anaerobic sludgeലൊക്കെയാണ് കാണുന്നത് sewage treatment സമയത്ത്. These bacteria are also present in the rumen. അപ്പം കാറ്റിൽസിന്റെ റൂമനിലൊക്കെയാണ് ഈ ബാക്ടീരിയാസിനെ കൂടുതലായിട്ട് കാണുന്നത്. റൂമൻ എന്ന് പറയുന്നത് ഇപ്പം കാറ്റിൽസിന്റെ സ്റ്റൊമക്കിന്റെ ഒരു പാർട്ടാണ്. ഇനി a lot of cellulosic material present in the food of cattle is also present in the rumen. അപ്പം ഈ സെല്ലുലോസിക് മെറ്റീരിയൽസ് ഉണ്ട്, കാറ്റിൽസ് ഫീഡ് ചെയ്യുന്ന സെല്ലുലോസിക് മെറ്റീരിയൽസിലും എന്തിൽ കാണാൻ വേണ്ടി പറ്റും? റൂമനിൽ കാണാൻ വേണ്ടി പറ്റും. ഇൻ റൂമൻ ദീസ് ബാക്ടീരിയ ഹെൽപ്പ് ഇൻ ദ ബ്രേക്ക് ഡൗൺ ഓഫ് സെല്ലുലോസ്. അപ്പം ഈ ബാക്ടീരിയാസ് എന്ത് ചെയ്യും? ഈ സെല്ലുലോസിന്റെ ബ്രേക്ക് ഡൗൺ ആണ് നടത്തുന്നത്. പ്ലേ ആൻ ഇമ്പോർട്ടന്റ് റോൾ ഇൻ ന്യൂട്രീഷൻ ഓഫ് കാറ്റിൽ. അപ്പൊ കാറ്റിലിന് ഈ സെല്ലുലോസ് കഴിക്കുന്നത് വഴി പ്രത്യേകിച്ച് ഗുണമൊന്നുമില്ല. പക്ഷെ ഈ ബാക്ടീരിയ വന്നിട്ട് അതിനെ ബ്രേക്ക് ഡൗൺ ചെയ്യുമ്പോൾ ആ കാറ്റിലിന് എന്ത് കിട്ടും? അത് ന്യൂട്രീഷൻ ആയിട്ട് മാറുകയാണ് ചെയ്യുന്നത്. ഓക്കെ. മെത്തനോജൻസ് എന്ന് പറഞ്ഞിട്ടുള്ള ബാക്ടീരിയ എവിടെ കാണും? കാറ്റിൽസിന്റെ സ്റ്റൊമക്കിൽ കാണും അല്ലെങ്കിൽ റൂമനിൽ കാണുന്നുണ്ട്. അപ്പൊ അതിനെ ഹെൽപ്പ് ചെയ്യും, ഇവർ ഫീഡ് ചെയ്യുന്ന സെല്ലുലോസിനെ ഡൈജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. ഓക്കെ. ഇനി ഡു യു തിങ്ക് വി ഹ്യൂമൻസ് ആർ ഏബിൾ ടു ഡൈജസ്റ്റ് ദി സെല്ലുലോസ് പ്രസന്റ് ഇൻ അവർ ഫുഡ്? ഇപ്പൊ നമ്മുടെ ബോഡിയിലുള്ള അല്ലെങ്കിൽ നമ്മുടെ സ്റ്റൊമക്കിൽ വരുന്ന സെല്ലുലോസ്, ഇപ്പൊ നമ്മൾ സെല്ലുലോസ് കൺസ്യൂം ചെയ്യാന്ന് വിചാരിക്കും. അപ്പം നമുക്ക് എന്ത് ചെയ്യാം? ഇപ്പൊ ഈ ബാക്ടീരിയാസ് നമ്മുടെ ബോഡിയിൽ ഉണ്ടെങ്കിൽ നമുക്ക് ഈ സെല്ലുലോസിനെ എന്ത് ചെയ്യാൻ പറ്റുമോ? അതായത് ഡൈജസ്റ്റ് ചെയ്യാൻ പറ്റുമോ? പറ്റും. അതായത് ഈ സെല്ലുലോസിനെ ഡൈജസ്റ്റ് ചെയ്യുന്ന ബാക്ടീരിയാസ് ഉണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ സ്റ്റൊമക്കിൽ വെച്ചിട്ട് തന്നെ എന്ത് ചെയ്യാൻ പറ്റും? ഇതുപോലുള്ള സെല്ലുലോസിനെ ബ്രേക്ക് ഡൗൺ ചെയ്യാൻ വേണ്ടി പറ്റും. പക്ഷെ നമ്മളുടെ ഹ്യൂമൻ ബീങ്സിൽ ഒരിക്കലും ഈ സെല്ലുലോസ് ഡൈജസ്റ്റ് ചെയ്യുന്ന ബാക്ടീരിയാസ് ഇല്ല. അതുകൊണ്ട് തന്നെ സെല്ലുലോസ് നമ്മുടെ സ്റ്റൊമക്കിലോട്ട് എത്തിയിട്ടുണ്ടെങ്കിൽ അത് യൂസ്ഫുൾ അല്ല, അത് ജസ്റ്റ് വേസ്റ്റ് മെറ്റീരിയൽ ആയിട്ട് പുറത്ത് പോവുള്ളൂ, ഒരിക്കലും അത് ഡൈജസ്റ്റ് ആവില്ല. ഓക്കെ. അതിനുള്ള ബാക്ടീരിയാസ് നമ്മുടെ ബോഡിയിൽ അല്ലെങ്കിൽ സ്റ്റൊമക്കിൽ ഇല്ല. Thus, the excreta അല്ലെങ്കിൽ dung of cattle, commonly called goba, is rich in these bacteria. അപ്പം മെയിൻ ആയിട്ടും ഇപ്പൊ റൂമനിൽ ഈ ഒരു ബാക്ടീരിയ ഉള്ളത് കൊണ്ട് തന്നെ ഡങ്ങിലും ഈ ഒരു ബാക്ടീരിയ കൂടുതലായിരിക്കും. Dung can be used for generation of biogas. അപ്പൊ ബയോഗ്യാസിന്റെ ജനറേഷനും എന്ത് യൂസ് ചെയ്യാം? ഈ ഡങ് യൂസ് ചെയ്യാം എന്നാണ് പറയുന്നത്. അപ്പൊ അതിൽ അങ്ങനെ ഉണ്ടാകുന്ന ഗ്യാസിനെ പറയുന്ന പേരാണ് ഗോബ ഗ്യാസ്. ഓക്കെ. ഇനി ദ ബയോഗ്യാസ് പ്ലാന്റ് consist of concentrate tanks. Okay, 10 to 15 feet deep ആയിരിക്കും ഈ കോൺസെൻട്രേറ്റ് കോൺക്രീറ്റ് ടാങ്ക്സ് എന്ന് പറയുന്നത്. In which biowaste are collected and slurry of dung is fed. അപ്പം അതിൽ നിന്ന് ബയോവേസ്റ്റ് എന്ത് ചെയ്യുന്നുണ്ട്? കളക്ട് ചെയ്യുന്നുണ്ട്. സ്ലറി ഓഫ് ഡങ് എന്ത് ചെയ്യുന്നുണ്ട്? അതിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. A floating cover is keep placed over the slurry. ഇപ്പൊ സ്ലറിയുടെ മുകളിൽ ഒരു കവർ ഇട്ട് കൊടുക്കുന്നുണ്ട്, which keeps on raising as the gas is produced in the tank due to microbial activity. Microbial activity വഴി ഗ്യാസ് പുറത്തോട്ട് പോകുന്നത് എന്ത് ചെയ്യും? ഇത് തടയും. അപ്പൊ നമുക്ക് ബയോഗ്യാസ് പ്ലാന്റിന്റെ ഒരു പിക്ചർ നോക്കാം. അപ്പം ഇതാണ് ബയോഗ്യാസ് പ്ലാന്റ് എന്ന് പറയുന്നത്. അപ്പൊ ഇതിൽ എന്തൊക്കെയുണ്ട്? ഗ്യാസ് കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു ഇൻലെറ്റ് ഉണ്ട്, അതുപോലെ ഔട്ട്ലെറ്റ് ആണത്, ഗ്യാസ് പുറത്തോട്ടാണ് വരുന്നത്. പിന്നെ അതുപോലെ ഡൈജസ്റ്റർ ഉണ്ട്, അതുപോലെ ഗ്യാസ് ഹോൾഡേഴ്സ് ഉണ്ട്, സ്ലഡ്ജ് ഉണ്ട്, ഡങ് വാട്ടർ ഉണ്ട്. ഇതിനൊക്കെയുള്ള ഫെസിലിറ്റീസ് ഉണ്ട് എന്തിലെ? ഒരു ബയോഗ്യാസ് പ്ലാന്റില്. പിന്നെ എന്തൊക്കെയാണ് നടക്കാൻ നോക്കാം. ഒരു ലിഡ് ഉണ്ട്, കവർ ഉണ്ട്, നമ്മൾ പറഞ്ഞു ബയോഗ്യാസ് പുറത്തു പോകാതിരിക്കാൻ. ഇനി ദ ബയോഗ്യാസ് പ്ലാന്റ് ഹാസ് ആൻ ഔട്ട്ലെറ്റ്, ഒരു ഔട്ട്ലെറ്റ് ഉണ്ട്, അത് കൂടിയാണ് എന്ത് ചെയ്യുന്നത്? ബയോഗ്യാസ് എടുക്കുന്നത് നിയർ ബൈ ഹൗസസിലോട്ട്. ദ spent slurry is removed through another outlet. ഇനി ബാക്കിയുള്ള സ്ലറി വേറെ ഒരു ഔട്ട്ലെറ്റ് കൂടെയാണ് പുറത്തോട്ട് പോകുന്നത്, അത് ഫെർട്ടിലൈസർ ആയിട്ടാണ് യൂസ് ചെയ്യുന്നത്. Cattle dung is available in large quantities in rural areas where cattle are used for variety of purpose. കാറ്റിൽ ഡങ് മെയിൻ ആയിട്ട് റൂറൽ ഏരിയാസിൽ ലാർജ് ക്വാണ്ടിറ്റീസിൽ കിട്ടുന്ന ഒന്നാണ്. ഇത് വെറൈറ്റി ഓഫ് പർപ്പസിന് ഫെർട്ടിലൈസർ ഒക്കെ ആയിട്ട് യൂസ് ചെയ്യുന്നതാണ്. സോ ബയോഗ്യാസ് പ്ലാന്റ്സ് ആർ മോർ ഓഫൻ ബിൽഡ് ഇൻ റൂറൽ ഏരിയാസ്. ഏറ്റവും കൂടുതൽ റൂറൽ ഏരിയാസിൽ തന്നെയാണ് ഈ ഒരു ബയോഗ്യാസ് പ്ലാന്റ്സും ബിൽഡ് ചെയ്യുന്നത്. The biogas thus produced is used for cooking and lighting.
ഇങ്ങനെ ഉണ്ടാക്കുന്ന ബയോഗ്യാസസ് കുക്കിങ്ങിൽ ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. ദ പിക്ചർ ഓഫ് ബയോഗ്യാസ് പ്ലാന്റ് ഇസ്, അപ്പോൾ നമ്മൾ ഓൾറെഡി ആ പിക്ചർ കണ്ടു. ദ ടെക്നോളജി ഓഫ് ബയോഗ്യാസ് പ്രൊഡക്ഷൻ വാസ് ഡെവലപ്ഡ് ഇൻ ഇന്ത്യ മെയിൻലി ഡ്യൂ ടു ദ എഫേർട്ട് ഓഫ് ഇന്ത്യൻ അഗ്രികൾച്ചറൽ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്. അപ്പം ഇന്ത്യൻ അഗ്രികൾച്ചർ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ എഫേർട്ട് വഴിയാണ് ഇങ്ങനെയുള്ള ഒരു ബയോഗ്യാസ് പ്രൊഡക്ഷൻ അല്ലെങ്കിൽ ആ ഒരു പ്ലാന്റ് ഏറ്റവും ഫസ്റ്റ് ടെക്നോളജി ഏറ്റവും ഫസ്റ്റ് ഡെവലപ്പ് ചെയ്തത്. ആൻഡ് ഗാദി ആൻഡ് വില്ലേജ് ഇൻഡസ്ട്രീസ് കമ്മീഷൻസ്, ഇപ്പൊ KVICDക്ക് എഫോർട്ടോട് കൂടിയിട്ടാണ് ബയോഗ്യാസ് ആ ടെക്നോളജി ഡെവലപ്പ് ചെയ്തത്. ഇഫ് യുവർ സ്കൂൾ ഈസ് സിറ്റുവേറ്റഡ് ഇൻ എ വില്ലേജ് ഓർ നിയർ എ വില്ലേജ്, ഇറ്റ് വുഡ് ബി വെരി ഇൻട്രസ്റ്റിംഗ് ടു എൻക്വയർ ഇഫ് ദർ ആർ എനി ബയോഗ്യാസ് പ്ലാന്റ്സ് നിയർ ബൈ. ഇപ്പൊ മെയിൻ ആയിട്ട് സ്കൂൾസിൽ റൂറൽ ഏരിയാസ് ഉള്ള സ്കൂൾസ് ആണെങ്കിൽ മെയിൻ ആയിട്ടും അവിടെ എന്തുണ്ടായിരിക്കണം, ബയോഗ്യാസ് പ്ലാന്റ്സ് ഉണ്ടായിരിക്കണം. അപ്പം വിസിറ്റ് ചെയ്യുക. അപ്പൊ നമുക്ക് കൂടുതലായിട്ട് അതിനെ കുറിച്ച് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. അപ്പം ഇതിൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, റൂറൽ ഏരിയാസിലുള്ള സ്കൂളുകളാണെന്നുണ്ടെങ്കിൽ അവിടെയൊക്കെ എന്തുണ്ടായിരിക്കും, ഈ ബയോഗ്യാസ് പ്ലാന്റ്സ് ഉണ്ടായിരിക്കും. പിന്നെ റൂറൽ ഏരിയാസിലാണ് ഇതുപോലെ കാറ്റൽ റാരിങ് ഒക്കെ ഉള്ളത്, അവിടെയാണ് കാറ്റൽ ഡങ്സ് ഒക്കെ കിട്ടുന്നത്. അപ്പൊ അവിടെയാണ് മെയിൻ ആയിട്ടും ബയോഗ്യാസ് പ്ലാന്റ്സ് ഒക്കെ നിർമ്മിക്കുന്നത്. പിന്നെ ഈ ബയോഗ്യാസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഗ്യാസ് എന്ന് പറയുന്നത് മീത്തേൻ ആണ്. അപ്പൊ ഈ മീത്തേൻ എന്ന് പറയുന്ന ഗ്യാസ് ഉണ്ടാക്കുന്ന മൈക്രോബ്സ് ഉണ്ട്, അവരെ വിളിക്കുന്ന പേരാണ് മെത്തനോജൻസ്. അപ്പൊ ഒരു മെത്തനോജന്റെ പേര് എന്ന് പറഞ്ഞേ, ഒരു മെത്തനോജന്റെ പേര് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. എന്താണത്? മെത്തനോ ബാക്ടീരിയം. ഓക്കെ, ഇനി അടുത്ത് നോക്കാൻ വേണ്ടി പോകുന്നത് മൈക്രോബ്സ് ആസ് ബയോ കൺട്രോൾ ഏജൻസ്. അപ്പൊ മൈക്രോബ്സിനെ നമുക്ക് ബയോ കൺട്രോൾ ഏജൻസ് ആയിട്ട് യൂസ് ചെയ്യാം. എന്താണ് ഈ ബയോ കൺട്രോൾ ഏജൻസ്? ഇപ്പൊ നമുക്കറിയാം, ഇപ്പോൾ അഗ്രികൾച്ചർ ഫീൽഡിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ പ്ലാന്റ്സിൽ ഒരുപാട് പെസ്റ്റുകളും കാര്യങ്ങളും വരുന്നുണ്ട് അതിനെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പൊ അതിനെ ഈ പെസ്റ്റിനൊക്കെ എന്ത് ചെയ്യണം, നമ്മൾ ബയോ കൺട്രോൾ ചെയ്യണം, അല്ലെങ്കിൽ അതിനെന്ത് ചെയ്യണം, പെസ്റ്റിസൈഡ്സ് അടിക്കണം. ബയോ കൺട്രോൾ ചെയ്യുക എന്നുള്ളത് ഇമ്പോർട്ടന്റ് ആണ്. ഇതുപോലെ ബയോ കൺട്രോൾ ഏജൻസ് ആയിട്ട് നമുക്ക് ആരെ യൂസ് ചെയ്യാം, മൈക്രോബ്സിനെ യൂസ് ചെയ്യാം. ബയോ കൺട്രോൾ റെഫേഴ്സ് ടു ദി യൂസ് ഓഫ് ബയോളജിക്കൽ മെത്തേഡ്സ് ഫോർ കൺട്രോളിങ് പ്ലാന്റ് ഡിസീസസ് ആൻഡ് പെസ്റ്റ്. അതായത് പ്ലാന്റ് ഡിസീസിനെയും പെസ്റ്റിനെയൊക്കെയും കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ബയോളജിക്കൽ മെത്തേഡ്സിനെയാണ് നമ്മൾ ബയോ കൺട്രോൾ എന്ന് പറയുന്നത്. ഇൻ മോഡേൺ സൊസൈറ്റി ദീസ് പ്രോബ്ലംസ് ഹാവ് ബീൻ ടാക്കിൾഡ് ഇൻക്രീസിംഗ് ബൈ യൂസ് ഓഫ് കെമിക്കൽസ്. അതായത് ഇൻസെക്ടിസൈഡ്സ് പെസ്റ്റിസൈഡ്സ് ഒക്കെ യൂസ് ചെയ്തിട്ടാണ് ഇങ്ങനെയുള്ള പ്രോബ്ലംസ് ഒക്കെയും സോൾവ് ചെയ്യുന്നത്. ഈ കെമിക്കൽസ് ഒക്കെ ടോക്സിക് ആണ്, ഹാർംഫുൾ ആണ് ഹ്യൂമൻ ബീങ്സിനായാലും വേറെ ഏത് ആനിമൽസിനായാലും. അതുപോലെ തന്നെ എൻവയോൺമെന്റിന് പൊല്യൂഷൻസും ഉണ്ടാക്കുന്നുണ്ട്. ഇതുവഴി ഉണ്ടാകുന്ന ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ്, ക്രോപ്പ് പ്ലാന്റ്സ് ഒന്നും നമുക്ക് വിശ്വസിച്ച് കഴിക്കാൻ വേണ്ടിയും പറ്റില്ല. അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യണം, ഇതുപോലുള്ള ബയോ കൺട്രോൾ ഏജൻസിനെയാണ് യൂസ് ചെയ്യേണ്ടത്. അപ്പം ഈ ഒരു പെസ്റ്റിസൈഡ്സ് അതുപോലെ ഫെർട്ടിലൈസേഴ്സ് അത് മാത്രമല്ല, ഇൻസെക്ടിസൈഡ്സ് ഒന്നും മാത്രമല്ല യൂസ് ചെയ്യുന്നത്, വീഡിസൈഡ്സും യൂസ് ചെയ്യുന്നുണ്ട് വീഡ്സിനെ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇതൊക്കെ യൂസ് ചെയ്യുന്ന സമയത്ത് സോയിലൊക്കെയും പൊല്യൂട്ടഡ് ആകും. അതുവഴി ഉണ്ടാകുന്ന ക്രോപ്സിനൊക്കെ നമുക്ക് കഴിക്കാൻ വേണ്ടി പറ്റില്ല, വിശ്വസിച്ച് അത് ഒരുപാട് ഡിസീസും കാര്യങ്ങളും കോസ് ചെയ്യും. ബയോളജിക്കൽ കൺട്രോൾ ഓഫ് പെസ്റ്റ് ആൻഡ് ഡിസീസസ്. ഇനി എങ്ങനെയാണ് പെസ്റ്റിനെയും ഡിസീസിനെയും ബയോ കൺട്രോൾ ചെയ്യാൻ വേണ്ടി പറ്റുക? ഇൻ അഗ്രികൾച്ചർ there is a method of controlling pests that release on natural predation rather than introduced chemicals. ഇപ്പൊ കെമിക്കൽസ് ഇല്ലാതെ തന്നെ നേച്ചുറൽ പ്രൊഡാഷൻ വഴി എന്ത് ചെയ്യാൻ പറ്റും, ഈ ബയോളജിക്കൽ കൺട്രോളിന് കൊണ്ടുവരാൻ വേണ്ടി പറ്റും. അതായത് പണ്ട് അഗ്രികൾച്ചറിലൊക്കെ ഈ പെസ്റ്റിനൊക്കെ കൺട്രോൾ ചെയ്തിരുന്നത് നാച്ചുറൽ പ്രിഡാറ്റേഴ്സിനെ യൂസ് ചെയ്തിട്ടാണ്. അതായത് ഈ ഇൻസെക്ട്സിനെ കഴിക്കുന്ന പ്രിഡാറ്റേഴ്സ് ഉണ്ട്, അവരിന് കൂടുതലായിട്ട് ആ ഒരു സൈറ്റിലോട്ട് തുറന്നു വിടുമ്പോൾ എന്ത് ചെയ്യും, അവർ ഈ പെസ്റ്റിനെ കഴിച്ചോളാം. അപ്പൊ അങ്ങനെ ബയോളജിക്കൽ കൺട്രോളിങ് ആയിരുന്നു ഏറ്റവും ഫസ്റ്റ് യൂസ് ചെയ്തിരുന്നത് ട്രഡീഷണലി. അപ്പം ആ സമയത്ത് എന്ത് ചെയ്യില്ല, പൊല്യൂഷൻസ് ഒന്നും ഉണ്ടാവില്ല. എ കീ ബിലീഫ് ഓഫ് ദ ഓർഗാനിക് ഫാമർ ഈസ് ദാറ്റ് ബയോഡൈവേഴ്സിറ്റി ഫർദേഴ്സ് ഹെൽത്ത്. അപ്പം ഈ തരത്തിലുള്ള ഓർഗാനിക് ഫാമേഴ്സ് ഒക്കെ ആവുമ്പോഴും ബയോഡൈവേഴ്സിറ്റി പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നും ഉണ്ടാകില്ല, ബയോഡൈവേഴ്സിറ്റി ഹെൽത്തി തന്നെ ആയിരിക്കും. ദ മോർ വെറൈറ്റി എ ലാൻഡ്സ്കേപ്പ് ഹാസ് ദ മോർ സസ്റ്റൈനബിൾ ഇറ്റ് ഈസ്. അപ്പം ഒരുപാട് ലാൻഡ്സ്കേപ്പ് ഉള്ള സ്ഥലങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ അവിടെ ഒരുപാട് സസ്റ്റൈനബിലിറ്റി കൂടാനുള്ള സാധ്യതയുണ്ട്. ദ ഓർഗാനിക് ഫാമർ therefore works to create a system where the insects that are sometimes called pests are not eradicated. ഓർഗാനിക് ഫാമർ എന്ന് പറയുമ്പോൾ അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, works to create a system where the insects that are sometimes called pests are not eradicated. ഓർഗാനിക് ഫാമേഴ്സിലെ പെസ്റ്റ് ഒന്നും
എല്ലാതും ഇറാഡിക്കേറ്റഡ് ആയിട്ട് പോകില്ല, ചിലതൊക്കെയും അവിടെ തന്നെ കാണും. But instead are kept at manageable levels by a complex system of checks and balances within a living and vibrant ecosystem. Contrary to the conventional farming practices, which often use chemical methods to kill both useful, അപ്പം ഒരുപാട് കൺവെൻഷണൽ ആയിട്ടുള്ള ഫാമിംഗ് പ്രാക്ടീസസ് ഉണ്ട്. ഇപ്പം കെമിക്കൽസ് തന്നെ യൂസ് ചെയ്യുമ്പോൾ യൂസ്ഫുൾ ഹാംഫുൾ ആയിട്ടുള്ള ലൈഫ് ഫോംസിന് എന്ത് ചെയ്യും, അത് എഫക്ട് ചെയ്യും. അപ്പൊ അതിന് വേണ്ടിയിട്ട് അങ്ങനെയുള്ള ഒരു സിറ്റുവേഷൻ വരുമ്പോൾ ഈ കെമിക്കൽസിനൊക്കെ മാറ്റി നിർത്താൻ വേണ്ടിയിട്ടാണ് ഇതുപോലുള്ള മൈക്രോബ്സിനെ യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഈ ഇപ്പം മൈക്രോബ്സിന് അല്ലെങ്കിൽ കെമിക്കൽസ് ആണ് യൂസ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ അതെന്തുണ്ടാകും, ഈ അപ്പൊ നമുക്കറിയാം ഒരുപാട് ഓർഗാനിസംസ് ഉണ്ട് ഫ്ലോറ ഫോണൊക്കെ ആയിട്ട്, അതിനൊക്കെയും എന്ത് ചെയ്യും, ഈ കെമിക്കൽസ് എഫക്ട് ചെയ്യും. The organic farmer holds the view that the eradication of creatures that are often described as pests is not only possible. അപ്പൊ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇപ്പൊ ഓർഗാനിക് ഫാമേഴ്സ് ഒക്കെയും പറയുന്നത് ഒരു പെസ്റ്റിനെ മൊത്തമായിട്ട് ഇറാഡിക്കേറ്റ് ചെയ്യാന്നുള്ളത് പോസിബിൾ അല്ല, വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് അതിന്റെ എണ്ണം ജസ്റ്റ് ഒന്ന് കുറച്ചുകൊണ്ട് വരാം. ഓക്കെ, then thus the use of biocontrol measures will greatly reduce our dependence on toxic chemicals and pesticides. അപ്പൊ അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള ടോക്സിക് കെമിക്കൽസിന്റെയും പെസ്റ്റിസൈഡ്സിന്റെയും പിന്നാലെ പോകുന്നത്. Okay, an important part of biological farming approach is to become familiar with the various life forms that inhabit the field. നമ്മൾ ഒരു പെസ്റ്റിനെതിരായിട്ട് അടിക്കുന്നത് മേ ബി വേറെയുള്ള ഓർഗാനിസത്തിനേക്കും എഫക്ട് ചെയ്യും. ഓക്കെ, ദെൻ അപ്പം അങ്ങനെ തന്നെ എന്ത് ചെയ്യാൻ പറ്റും, അതിന്റെ ഹാബിറ്ററ്റ്സിനൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നത്, ഡിസ്ട്രക്ട് ചെയ്യുന്നുണ്ട്. അതുവഴി ഒരുപാട് ഓർഗാനിസംസ്, മൈക്രോസ് ആയിട്ടുള്ള ഓർഗാനിസംസ് എല്ലാതും എന്ത് ചെയ്യുന്നുണ്ട്, നശിച്ചു പോകുന്നുണ്ട്. ദിസ് വിൽ ഹെൽപ്പ് അപ്രോപ്രിയേറ്റ് മീൻസ് ഓഫ് ബയോ കൺട്രോൾ. അപ്പം ഈ ഒരു സമയത്താണ് ബയോ കൺട്രോൾ എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു സംഭവം നമ്മൾ കൊണ്ടുവരേണ്ടത്. അപ്പൊ അങ്ങനെ കൊണ്ടുവരുന്ന സമയത്ത് എന്ത് ചെയ്യില്ല, മറ്റുള്ള ഓർഗാനിസത്തിന് ഈ ഒരു ബയോ കൺട്രോൾ എന്ന് പറഞ്ഞിട്ടുള്ള സിസ്റ്റം ഒരിക്കലും എഫക്ട് ചെയ്യില്ല. ഓക്കെ, the very familiar beetle with red and black markings. അപ്പം നമുക്ക് ലേഡി ബേർഡ് എന്നാണ് ആ ബീറ്റിൽ നമ്മൾ വിളിക്കാറ്. അപ്പം ബനാനാസിലേക്ക് കണ്ടിട്ടുണ്ടാകും. അപ്പം ആൻഡ് ഡ്രാഗൺ ഫ്ലൈസ്, ഇവരൊക്കെയാണ് മെയിൻ ആയിട്ടും ഫിഡ്സ് മോസ്കിറ്റോസിനൊക്കെയും റിഡ് ചെയ്യാൻ വേണ്ടി, അതിന്റെ എണ്ണൊക്കെ കുറയ്ക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്നത് ഈ ലേഡി ബേർഡ്സിനും ഡ്രാഗൺ ഫ്ലൈസിനൊക്കെയാണ്. An example of microbial biocontrol agents that can be introduced in order to control butterfly caterpillars is a bacteria Bacillus thuringiensis. ബട്ടർഫ്ലൈ കാറ്റർപില്ലേഴ്സ് ഉണ്ട്, നമുക്കറിയാം ബട്ടർഫ്ലൈസ് ഫസ്റ്റ് കാറ്റർപില്ലർ ആണ്, എന്നിട്ടാണ് പ്യൂപ്പയാണ്, അത് കാറ്റർപില്ലർ ആവും, ബട്ടർഫ്ലൈ ആവും. ഈ കാറ്റർപില്ലേഴ്സിനൊക്കെയും കില്ല് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു ബാക്ടീരിയ ആണ് Bacillus thuringiensis, which is shortly written as BT. These are available in sachets as dried spores, which are mixed with water and sprayed onto vulnerable plants that such as brassicas and fruit trees. ഇപ്പൊ ഫ്രൂട്ട് ട്രീസിലും ബ്രസിക്കാസിലേക്കും ഇതിന്റെ സാഷേസ് കിട്ടും, ഈ ബാസിലസ് ത്രുഞ്ചൻസിന്റെ സാഷേസ് കിട്ടും, ഡ്രൈഡ് സ്പോർസിന്റെ സാഷേസ്. അപ്പൊ അത് വാട്ടറിൽ കലക്കി സ്പ്രേ ചെയ്യുന്നിട്ടാണ് നമ്മൾ ഇവരെയൊക്കെ എന്ത് ചെയ്യുക, അകറ്റി നിർത്തുന്നത്. These are eaten by the insect larvae. ഇതൊക്കെ ഇൻസെക്ടിന്റെ ലാവേഴ്സ് എന്ത് ചെയ്യും, ഫീഡ് ചെയ്യും. In the gut of larvae, the toxin is released and the larvae gets killed. അപ്പൊ ഇൻസെക്ട്സിന്റെ ലാവയെ കഴിക്കുന്നത് വഴി അതിന്റെ ഗട്ടിലോട്ട് ഇതെത്തും, അവിടെ ടോക്സിൻസ് റിലീസ് ചെയ്യും, ഈ ഇൻസെക്ട്സും അല്ലെങ്കിൽ ഈ ലാവേസും കിൽഡ് ആയി പോകും. The bacterial disease will kill the caterpillars. ബാക്ടീരിയൽ ഡിസീസ് എന്ത് ചെയ്യും, കാറ്റർപില്ലറിനെ കിൽ ചെയ്യും, but leave other insects unharmed. പക്ഷെ അതർ ഇൻസെക്ട്സിനൊന്നും അത് ഒരു കുഴപ്പം ഉണ്ടാക്കുന്നില്ല, ആര്, ഈ BT എന്ന് പറയുന്നത്. Because of the development of methods of genetic engineering in the last decade or so, scientists have introduced BT toxin genes into plants. അപ്പം ഇപ്പൊ ബയോടെക്നോളജിയുടെ ഒരു ഡെവലപ്മെന്റ് ഒക്കെ കഴിഞ്ഞപ്പോൾ ഈ BT എന്ന് പറഞ്ഞിട്ടുള്ള ബാക്ടീരിയാസ് അല്ലെങ്കിൽ അതിന്റെ ടോക്സിക് ജീൻസിനെ പ്ലാന്റ്സിലോട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തു, ജനറ്റിക് എഞ്ചിനീയറിംഗ് യൂസ് ചെയ്തിട്ട്. അപ്പൊ അങ്ങനെ എന്ത് ചെയ്യാൻ പറ്റി, നമുക്ക് ഇൻസെക്ട് റെസിസ്റ്റന്റ് ആയിട്ടുള്ള പ്ലാന്റ് വെറൈറ്റീസ് ഉണ്ടാക്കാൻ വേണ്ടി പറ്റി. Such plants are resistant to the attack of insects or pests. അപ്പൊ അതിനുള്ള ഒരു എക്സാമ്പിൾ ആണ് BT cotton. അപ്പം which is being cultivated in some states of our country. അപ്പം ഇതിനെ പറ്റി നിങ്ങൾ പഠിച്ചിട്ടുള്ളത് തന്നെയാണ്. അതായത് BT cotton എന്ന് പറയുന്നത് ഇതിനൊരു എക്സാമ്പിൾ ആണ്, BT ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള കോട്ടൺ.
അപ്പൊ അതിലൊന്നും ഒരിക്കലും പെസ്റ്റ് അറ്റാക്ക് ചെയ്യില്ല. കാരണം ഈ പ്ലാന്റ് എന്ന് പറയുന്നത് തന്നെ ഒരു പെസ്റ്റ് റെസിസ്റ്റന്റ് ആയിട്ടാണ് ആക്ട് ചെയ്യുന്നത്. A biological control being developed for use in the treatment of plant disease. Plant diseaseനെതിരായിട്ട് യൂസ് ചെയ്യുന്ന ഒരു ബയോളജിക്കൽ കൺട്രോൾ ആണ് എന്ന് പറയുന്ന ഒന്നാണ് ഫംഗസ്. ട്രൈക്കോഡേർമ എന്ന് പറഞ്ഞിട്ടുള്ള ഫംഗസ്. ഇതൊരു ബയോളജിക്കൽ കൺട്രോൾ ആയിട്ടാണ് എന്ത് ചെയ്യുന്നത്, നമ്മൾ യൂസ് ചെയ്യുന്നത്. ട്രൈക്കോഡേർമ സ്പീഷീസ് ആർ ഫ്രീ ലിവിങ് ഫംഗി. ട്രൈക്കോഡേർമ സ്പീഷീസ് ഒക്കെ ഫ്രീ ലിവിങ് ഫംഗീസ് ആണ്. അവർ മെയിൻ ആയിട്ടും വെരി കോമൺ ഇൻ ദ റൂട്ട് എക്കോസിസ്റ്റം. റൂട്ട്സിലാണ് കാണുന്നത് ആര്, ഈ ട്രൈക്കോഡേർമ സ്പീഷീസ് എന്ന് പറയുന്നത്. ഇതും എന്തിനു വേണ്ടി യൂസ് ചെയ്യുന്നുണ്ട്, ബയോളജിക്കൽ കൺട്രോൾ ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. ദേ ആർ എഫക്റ്റീവ് ബയോളജിക്കൽ കൺട്രോൾസ് ഏജന്റ്സ് ഓഫ് സെവറൽ പ്ലാന്റ് പാത്തജൻസ്. അപ്പം പ്ലാന്റ് പാത്തോജൻസിനോട് എതിരായിട്ട് ട്രീറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ അതിന് എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു ബയോളജിക്കൽ കൺട്രോൾ ആണ് ട്രൈക്കോഡേർമ എന്ന് പറഞ്ഞിട്ടുള്ള ഫംഗസ്. ഇനി ബാക്കുലോ വൈറസസ് ഉണ്ട്. ഇവരും പാത്തജൻസ് ആണ്. ഇവർ മെയിൻ ആയിട്ട് ഇൻസെക്റ്റിനെ അതർ ആർത്രോപോഡ്സിനൊക്കെയാണ് അറ്റാക്ക് ചെയ്യുന്നത്. Majority of baculoviruses used as biological control agents are in genus Nucleopolyhedrovirus. Nucleopolyhedrovirus. ഇതിൽ പെടുന്ന ബാക്കുലോവൈറസസ് ഉണ്ട്. ഇതൊക്കെ ബയോളജിക്കൽ കൺട്രോൾ ഏജൻസ് ആയിട്ട് യൂസ് ചെയ്യുന്ന ഒന്നാണ്. These viruses are excellent candidates for species-specific narrow spectrum insecticidal applications. അപ്പൊ ഇതൊക്കെയും എക്സലന്റ് ആണ്. എന്തിനൊക്കെ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്, നാരോ സ്പെക്ട്രം ഇൻസെക്ടിസൈഡൽ അപ്ലിക്കേഷൻസ് ആണ് ഇതൊക്കെ വെച്ചിട്ട് ചെയ്യുന്നത്. They have been shown to have no negative impacts on plant, mammal, bird, fish, non-target insects. ഇതിനൊന്നും എതിരായിട്ട് ഇതൊരു ആക്ഷനും കാണിക്കുന്നില്ല. This is specifically desired when beneficial insects are being conserved to aid in an overall integrated pest management program. അതായത് ഓവറോൾ ആയിട്ട് ഒരു പെസ്റ്റ് മാനേജ്മെന്റ് പ്രോഗ്രാം വരുന്ന സമയത്ത് ഇതെന്താണ്, ബെനിഫിഷ്യൽ ആണ്. ഓക്കെ, ബെനിഫിഷ്യൽ ആയിട്ടുള്ള ഒന്നായിട്ടാണ് ആക്ട് ചെയ്യുന്നത്. അതായത് ഇപ്പൊ ഒരു വലിയൊരു ഇപ്പം പ്ലാന്റേഷനിൽ ഇത് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്ത് അവിടെ ബാക്കിയുള്ള പോപ്പുലേഷൻ ഒന്നും ഒരു കുഴപ്പം ഉണ്ടാകില്ല, അല്ലെങ്കിൽ ബാക്കിയുള്ള ഫ്ലോറ ഫോണയ്ക്കൊന്നും ഒരു കുഴപ്പം ഉണ്ടാവില്ല. കുഴപ്പം ആർക്കായിരിക്കും, ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് എന്തിനെതിരെയാണ്, അതിന് മാത്രമാണ് പ്രശ്നം ഉണ്ടാവുള്ളൂ. ഓക്കെ, അപ്പം ഓവറോൾ ആയിട്ടുള്ള ഇന്റഗ്രേറ്റഡ് പെസ്റ്റ് മാനേജ്മെന്റ് പ്രോഗ്രാമിനാണ് IPM എന്ന് പറയുന്നത്. അതിനുവേണ്ടി യൂസ് ചെയ്യുന്ന ഒരു ബെനിഫിഷ്യൽ ആയിട്ടുള്ള ഒന്നാണ് എന്ത്, ഈ ഒരു വൈറസ്, അതായത് ബാക്കുലോ വൈറസ് എന്ന് പറയുന്നത്. അത് ഏത് ജീനസിലാണ് വരുന്നത്, ന്യൂക്ലിയോപോളിഹെഡ്രോ വൈറസിലാണ് വരുന്നത്. ഓക്കെ, അപ്പം ഇത് മെയിൻ ആയിട്ടും ഈ ഒരു IPM ഇന്റഗ്രേറ്റഡ് പെസ്റ്റ് മാനേജ്മെന്റ് പ്രോഗ്രാം മെയിൻ ആയിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് ഇക്കോളജിക്കലി സെൻസിറ്റീവ് ആയിട്ടുള്ള ഏരിയാസിലാണ്. അതായത് ഇക്കോളജിക്കലി സെൻസിറ്റീവ് എന്ന് ഉദ്ദേശിക്കുന്നത് എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ, അതായത് ഫ്ലഡ് അങ്ങനെ ഡ്രോട്ട് അതൊക്കെ വരുമ്പോൾ പെട്ടെന്ന് ഒരു 1-2 മാസമൊക്കെ ഡ്രോട്ടൊക്കെ ആകുമ്പോഴേക്കും പെട്ടെന്ന് ഡിസ്ട്രാക്റ്റഡ് ആയി പോകുന്ന ഇക്കോസിസ്റ്റത്തിന് അല്ലെങ്കിൽ ഇക്കോളജിനെയാണ് എക്കോളജിക്കൽ സെൻസിറ്റീവ് ഏരിയ എന്ന് പറയുന്നത്. പെട്ടെന്ന് സെൻസിറ്റീവ് ആവുന്ന ഏരിയാസ്. അപ്പൊ അവിടേക്കാണ് ഈ ഇന്റഗ്രേറ്റഡ് മാനേജ്മെന്റ് പെസ്റ്റ് മാനേജ്മെന്റ് പ്രോഗ്രാംസ് ഒക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. നമ്മൾ മെയിൻ ആയിട്ടും യൂസ് ചെയ്യുന്നത് ആരെയാണ്, ബാക്കുലോ വൈറസസിനൊക്കെയാണ്. അപ്പൊ ഇത്രയൊക്കെയാണ് മൈക്രോബ്സ് ഇൻ എവറിഡേ ലൈഫിൽ നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം മൈക്രോബ്സിനെ യൂസ് ചെയ്യുന്നത് വഴി ഹാർംഫുൾ അല്ല, എന്താണ്, യൂസ്ഫുൾ ആണ്. ഇനി ഹാർംഫുൾ ആയിട്ടുള്ള ഒരുപാട് മൈക്രോബ്സിനെ നമുക്ക് അറിയാവുന്നതാണ്. അപ്പൊ അതിന് പുറമെ യൂസ്ഫുൾ ആയിട്ടുള്ള മൈക്രോബ്സിനെ പറ്റിയിട്ടാണ് നമ്മൾ ഇന്ന് പഠിച്ചത്. ഇത് കണ്ടിന്യൂ ചെയ്തിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ എടുക്കാം. ഓക്കെ, താങ്ക് യു.